ധന്യനാമത്തിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ സൂമില് ഒരുമിച്ച് കാണാനും ദൈവവചനം ശുശ്രൂഷിക്കാനും ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. എങ്കിലും വൈകിട്ട് ഒരുമിച്ച് കൂടി വരാൻ ദൈവമായ കർത്താവ് തന്ന അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത് ഇനി അല്പം സ്പീഡിലാണ് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊന്നും നമുക്ക് അധികം വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും അധികം കയറാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മറ്റ് സൈഡ് വിഷയങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് വെളിപ്പാട് പുസ്തകത്തിലേക്ക് കയറണം എന്നാണ് എൻ്റെ അടുത്ത് അജയ് ഭാഷ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി നല്ല സ്പീഡിൽ തന്നെ നമുക്ക് പോകാം. എങ്കിലും വാക്യങ്ങളെല്ലാം ഓരോന്നും വായിച്ച് കഴിയുന്നിടത്തോളം അതിൻ്റെ അർത്ഥം മാത്രം പറഞ്ഞ് പോകാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. നമുക്ക് ഇനി 7-ാമത്തെ വാക്യം, 1-ാം അധ്യായത്തിന്റെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യമാണ് നമ്മൾ ഇനി വായിക്കുന്നത്. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ആമേൻ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. അവിടെ 3 കാര്യങ്ങളെ പറഞ്ഞിരിക്കുന്നു. ഒന്ന്, കർത്താവ് മേഘാരൂഢനായി വരുന്നു. രണ്ടാമത്തേത്, ഏത് കണ്ണും, വിശേഷാൽ അവനെ കുത്തിത്തുളച്ചവരും കാണും. പിന്നീട് നമ്മൾ കാണുന്നത് സകല ഗോത്രങ്ങളും വിലപിക്കും എന്നുള്ളതാണ്. എന്താണ് അതിന്റെ അർത്ഥം? മേഘാരൂഢനായി കർത്താവ് വരികയാണ്. കർത്താവിന്റെ വരവ് മേഘങ്ങളെ തേരാക്കിയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വാക്യങ്ങൾ എടുത്ത് വായിക്കാനായിട്ടുള്ള സാവകാശം ഇല്ലെങ്കിൽ ഞാൻ വാക്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകാം. നോക്കുന്നവര് എടുത്ത് വായിച്ചാൽ നല്ലതായിരിക്കും. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം. മേഘങ്ങളെ തേരാക്കിയാണ് കർത്താവ് ഇനി വരാൻ പോകുന്നത്. വാക്യം ഒന്നുകൂടെ ഒന്ന് പറയൂ പാസ്റ്റർ. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 30-ാമത്തെ വാക്യം. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണാം. വേദപുസ്തകത്തിൽ നമുക്ക് പല ഭാഗങ്ങളുണ്ട്. എന്നാൽ വിഷയത്തിന്റെ അല്പം നമ്മൾ അത് കട്ട് ചെയ്ത് പോകുന്നത് കൊണ്ട് ഞാൻ എല്ലാ വാക്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇതിന് വായിച്ചു തരാനും നമുക്ക് ഒരു നേരിട്ടുള്ള ഒരു ക്ലാസ് ആണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരുന്നു. എങ്കിൽ ഞാൻ കഴിയുന്നിടത്തോളം പറഞ്ഞു പോകാം. യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്ക് അല്ലെങ്കിൽ 2-ാമത്തെ വരവിന് 2 ആമുഖങ്ങളുണ്ട്. ഒന്നാമത്തേതിന് വിളിക്കുന്ന മേഘപ്രത്യക്ഷതയാണ്. രണ്ടാമത്തേത് മഹത്വ പ്രത്യക്ഷതയാണ്. അപ്പൊ ഈ മഹത്വ പ്രത്യക്ഷതയും മേഘപ്രത്യക്ഷതയും തമ്മിൽ കുറഞ്ഞതൊരു 7 വർഷത്തെ ഇടവേളയുണ്ട്. മേഘപ്രത്യക്ഷതയാണ് നമ്മൾ ദൈവസഭ എടുക്കാനായിട്ട് വരുന്നത്. എന്നാൽ ഇത് മേഘാരൂഢനായി വരുന്നു എന്നുള്ളത് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയാണ്. അന്നാണ് എല്ലാ കണ്ണും, ഏത് കണ്ണും അവനെ കർത്താവിനെ കുത്തിത്തുളച്ചവരാരാണ്? കർത്താവിനെ കുത്തിത്തുളച്ചവര് ഒന്ന് റോമാക്കാരാണ്, 2 യഹൂദന്മാരാണ്. അപ്പൊ യഹൂദന്മാരും റോമൻസും കർത്താവിനെ കുത്തിത്തുളച്ചവര് അവനെ കാണും എന്നാണ് എഴുതിയിരിക്കുന്നത്. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. കാരണം ഈ കർത്താവ് ഭൂമിയിൽ ആദ്യമായിട്ട് വന്നപ്പോൾ അധികം ആരും അറിഞ്ഞില്ല. കാത്തിരുന്ന ചിലർ മാത്രമേ അറിഞ്ഞുള്ളൂ. അറിയേണ്ടവരാരും അറിഞ്ഞില്ല. അറിയേണ്ടവരാരായിരുന്നു? മഹാപുരോഹിതനായിരുന്നു. അറിയേണ്ടവരാരായിരുന്നു? പരീശന്മാരായിരുന്നു. അറിയേണ്ടവരാരാണ്? യഹൂദന്മാരാണ്. ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ അവനെ അറിയേണ്ടത്. അവർക്കെല്ലാം വചനം നന്നായിട്ട് അറിയുന്നത്. പക്ഷെ അറിയേണ്ടവരാരും അവനെ അറിയുവാനിടയായി തീർന്നില്ല. ഇതുപോലെ കർത്താവിന്റെ മേഘപ്രത്യക്ഷതയും അധികം ആരും അറിയത്തില്ല. അതാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരുമ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കാണ്. എന്താണ് സംഭവിക്കുന്നത്? ഒന്ന്, ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനോടുകൂടെ അവനെ എതിരേൽപ്പാൻ തക്കണം ആകാശമേഖലയിൽ എടുക്കപ്പെടുമെന്ന്. അപ്പൊ ഇത് അവിടെ നമ്മൾ കർത്താവിന്റെ മേഘപ്രത്യക്ഷതയോടുള്ള ബന്ധത്തിൽ
3 ശബ്ദങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. 3 ശബ്ദങ്ങൾ. എന്തായാലും അതൊന്ന് പറയാതെ പോകാനായിട്ട് പറ്റാത്തത് കൊണ്ട് ഞാൻ വളരെ എളുപ്പം അതൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകും. ഇനി ആ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. കർത്താവ് താൻ ഗംഭീര നാദം, പിന്നെ പ്രധാന ദൂതന്റെ ശബ്ദം, പിന്നെ ദൈവത്തിന്റെ കാഹളം. അപ്പൊ ദൈവത്തിന്റെ കാഹളം എന്തിനാണ്? ദൈവത്തിന്റെ മഹാദൂതൻ, ദൈവത്തിന്റെ കാഹള ശബ്ദം, കർത്താവ് താൻ ഗംഭീരനാഥം, കർത്താവിന്റെ ഗംഭീരനാഥം എന്തിനാണ്? ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും. കർത്താവിന്റെ ഗംഭീരനാഥം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. അപ്പൊ എന്തിനാണ് ഈ 3 ശബ്ദങ്ങൾ വരുന്നത്? അപ്പൊ അതിന് എളുപ്പം ഞാൻ അതങ്ങ് പറഞ്ഞ ഭാഗം വിടാം. അപ്പൊ ഈ നമുക്കറിയാം, കർത്താവ് മേഘത്തിൽ വരുമ്പോൾ ഇവിടെ കയറി വരുവീൻ എന്നുള്ളൊരു ശബ്ദം നമ്മൾ കേൾക്കാൻ പോകുന്നു. പറഞ്ഞാൽ കർത്താവിനെ കാത്തിരിക്കുന്ന 2 കൂട്ടരാണ് അന്നേരം ഉള്ളത്. ഒന്ന് ക്രിസ്തുവിൽ മരിച്ചവര്, രണ്ടാമത്തേത് ക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്നത്. ഇന്നാണ് കർത്താവ് വരുന്നതെങ്കിൽ ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് വരുന്നതെന്ന് വിചാരിക്കുക. കർത്താവിന്റെ ഗംഭീരനാഥം ഇവിടെ കയറി വരുമെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? ക്രിസ്തുവിൽ മരിച്ചവർ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കത്തില്ല. 2 പുനരുദ്ധാനങ്ങളുണ്ട്. ഒന്നാമത്തെ പുനരുദ്ധാനം എന്ന് പറയുന്നത്, ആ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാണ്. അപ്പൊ വിശുദ്ധന്മാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പുനരുദ്ധാനമാണ്. രണ്ടാമത്തേത് ദുഷ്ടന്മാരുടെ പുനരുദ്ധാനമാണ്. ഇത് തമ്മില് ഏറ്റവും കുറഞ്ഞ 1000-ലേറെ വർഷങ്ങൾ ഉള്ള വ്യത്യാസം ഉണ്ടായിരുന്നു. 1000-ലേറെ വർഷങ്ങൾ വ്യത്യാസം. അപ്പോൾ ഒന്നാം പുനരുദ്ധാനം എന്ന് പറയുന്നത് അത് വെച്ചിട്ട് വിശദീകരിച്ച് പഠിക്കേണ്ടതാണ്. എങ്കിലും ഞാൻ സൈഡ് തിരിഞ്ഞു പോകുമെന്നുള്ളത് കൊണ്ട് ഞാൻ അത് പിന്നീട് എപ്പോഴെങ്കിലും പറയാം. അപ്പൊ അത് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് മാത്രമായിട്ട് അവസാനിപ്പിക്കേണ്ടി വരും. അപ്പോ നമുക്ക് കർത്താവിന്റെ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ദൈവത്തിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന, പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന ഒരു വേദഭാഗം നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം, ഉയർപ്പിന്റെ അധ്യായം എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം. അതും വിശദീകരിച്ച് പറഞ്ഞ് പോകേണ്ടതാണ്. അന്ത്യകാഹളത്തിങ്കൽ എന്നൊരു പദപ്രയോഗം അവിടെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യം ഒരു കാഹളം ഉണ്ടോ എന്നൊരു ചോദ്യമൊക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ടോ? ഈ പറഞ്ഞ പോലെ ഞാൻ അതും ഒത്തിരി ഞാൻ ആ ഭാഗങ്ങളിലേക്ക് കയറിയാൽ ഇന്ന് നമ്മുടെ വിഷയത്തിലോട്ടൊന്നും വരാൻ പറ്റത്തില്ല. അപ്പൊ ഒത്തിരി സമയം അങ്ങ് പോകുമെന്നുള്ളത് കൊണ്ട് ചുരുക്കമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അന്ത്യകാഹളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഹളനാദം, അന്ത്യകാഹളം, ഒന്നാം അവസാന കാഹളം ഒന്നുമില്ല. കാഹളനാദം ധ്വനിക്കും. നമുക്ക് പഴയ നിയമത്തിലെ കാഹളം കാണാം. എന്തിനാണ് കാഹളം എന്നൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് കാഹളത്തെ കുറിച്ച് അറിയാവുന്നവർക്ക് ആ ഭാഗം ഓർമ്മ വരുന്നതായിരിക്കും. ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിക്കാനും ജനത്തെ കൂട്ടിച്ചേർക്കാനും വേണ്ടി കാഹളം ധ്വനിപ്പിക്കാറുണ്ട്. കാഹളത്തിന് പല കാര്യങ്ങളുണ്ട്. അതും വിഷയത്തിന്റെ വലിയ ഉള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുക. അപ്പോൾ ജനത്തെ കൂട്ടിച്ചേർക്കുകയും കാഹളത്തിന്റെ ആദ്യനാദത്തിങ്കൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് കാണാനായിട്ട് സാധിക്കും. മരിച്ചവർ അക്ഷയരായിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാണ്. ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ച് എടുക്കപ്പെടുകയാണ്. എന്തിനാണ് ഈ പ്രധാന ദൂതന്റെ ശബ്ദത്തിന് ആവശ്യം എന്താണ്? പ്രധാന ദൂതൻ എന്നവിടെ ഉദ്ദേശിക്കുന്നത് മീഖായേലാണ്. ആ മീഖായേല് നമുക്കറിയാം യുദ്ധത്തിന്റെ ദൂതനാണ്. അപ്പോൾ ദൈവത്തിന്റെ ജനം ഇവിടുന്ന് എടുക്കപ്പെടും. നമുക്കറിയാം ഈ മുഖ്യമന്ത്രിയോ ഗവർണറോ ഒക്കെ റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക്, പ്രധാനമന്ത്രിയൊക്കെ വരുമ്പോഴത്തേക്ക് ആളുകളെല്ലാം മാറ്റി നിർത്തുകയാണ്. എന്തിനാണ് മാറ്റി നിർത്തുന്നത്? യാതൊരു കാരണവശാലും ഇതിനിടയ്ക്ക് കയറി കുഴപ്പങ്ങളൊന്നും ആരും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ, പ്രത്യേകിച്ച് അതിന്റെ സെക്യൂരിറ്റിക്കാർ വളരെ മാറ്റി നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് ന്യായമായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി വന്ന ദൂതനെ 21 ദിവസം ആകാശമധ്യത്തിൽ വെച്ച് പാർസി രാജ്യത്തിന്റെ പ്രഭു എന്നറിയപ്പെടുന്ന പൈശാചിക ദൂതൻ തടഞ്ഞു നിർത്തിയത്. അപ്പൊ അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ജനം ഇവിടുന്ന് പോകുമ്പോൾ ആകാശമണ്ഡലത്തിൽ സിംഹാസനം വെച്ചിരിക്കുന്നതായ സാത്താന്യ ശക്തികൾ നമ്മളെ തടയാനായിട്ടുള്ള പരിശ്രമം നടത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ യുദ്ധത്തിനുള്ള അങ്ങനെ തടയാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് മീഖായേലിനോട് കൂടെയുള്ളതായ ദൈവത്തിന്റെ ദൂതന്മാരും ഇവരോട് യുദ്ധസന്നദ്ധരായിട്ട് ആണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു.
ഞാൻ ആ ഭാഗങ്ങളെല്ലാം ഇനി നമുക്ക് പെട്ടെന്ന് വിടുകയാണ്. 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. എന്താണ്? കർത്താവ് മേഘാരൂഢനായി വരികയാണ്, മേഘങ്ങളെ തേരാക്കി വരികയാണ്. അത് തന്നെയല്ല, വിശുദ്ധ വേദപുസ്തകം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ തേജസ്സിനോടുള്ള ബന്ധത്തിൽ, ദൈവ തേജസ്സിനോടുള്ള ബന്ധത്തിൽ, ദൈവത്തിന്റെ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിൽ മേഘങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പെട്ടെന്ന് വായിക്കാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ വാക്യങ്ങൾ മാത്രം ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 34-35 വാക്യങ്ങൾ ഷെക്കേനയുടെ സാന്നിധ്യത്തോടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന്റെ പ്രത്യക്ഷത വിളിച്ചറിയിക്കുന്ന ദൈവമേഘങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. സംഖ്യാപുസ്തകം 11:25 നമുക്ക് കാണാൻ കഴിയും. 9-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ. ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോഴത്തേക്ക് ദൈവ സാന്നിധ്യം ഉള്ളിടത്ത് മേഘങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്, മേഘങ്ങൾ വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. സകല ഗോത്രങ്ങളും വിലപിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവർ വിലപിക്കാൻ കാരണം? അതിന്റെ ഒരു കാരണമുണ്ട്. കർത്താവിന്റെ സന്തോഷത്തിൽ കടക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള നിരാശയാലുള്ള ദുഃഖം മാത്രമല്ല, വരാനിരിക്കുന്ന ന്യായവിധി ഉറപ്പാക്കിയിരിക്കുകയാണ്. വരുവാനുള്ള ന്യായവിധിയെ കുറിച്ചുള്ള ഭയത്താലും കർത്താവ് ധാരാളം സുവിശേഷ പ്രചനത്തെയും അത് കേട്ട് അനുസരിക്കാൻ കഴിയാതെ നിത്യ ന്യായവിധിയിലേക്ക് പോകാൻ കഴിയുന്നു എന്നുള്ള ആ നിരാശയും ഭയത്താലുള്ള ദുഃഖത്താലാണ് ഇവര് ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കുവാനായിട്ട് പോകുന്നു. ഇനി നമുക്ക് 8-ാമത്തെ വാക്യത്തിലേക്ക് വരാൻ ഞാൻ ഇച്ചിരി സ്പീഡിലോട്ടേക്ക് പോകാം. ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യും. ആൽഫ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് കുറെ പേർക്കെങ്കിലും അറിയായിരിക്കും. നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ എ ആദ്യത്തെ അക്ഷരവും ഇസഡ് അവസാനത്തെ അക്ഷരവും ആയിരിക്കുന്നത് പോലെ ഗ്രീക്ക് ഭാഷയിൽ അതിന്റെ ആൽഫബറ്റ്സിലെ ആദ്യത്തെ അക്ഷരം ആൽഫയും ഒടുവിലത്തെ അക്ഷരം ഒമേഗയും. അപ്പൊ ഞാൻ അൽഫയും ഒമേഗയും ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: കർത്താവ് ആദ്യനും അവസാനവുമാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ഓൾമൈറ്റി ഗോഡാണ്, സർവശക്തനായ ദൈവമാണ്. ഞാൻ ആരംഭവും അവസാനവുമാണ് എന്ന് പറയുന്നതിന് പകരം അൽഫയും ഒമേഗയുമാണ് എന്ന് പറയുമ്പോൾ ഗ്രീക്കിലെ ആദ്യത്തെ അക്ഷരമാണ് ആൽഫ, ഒമേഗ എന്ന് പറയുന്നത് ഒടുവിലത്തെ അക്ഷരമാണ്. അപ്പൊ അത് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ കർത്താവ് സർവശക്തിയുള്ള ദൈവമാണ്. സർവശക്തിയുള്ള ദൈവമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഞാൻ ആദ്യനും അന്ത്യനുമാണ് എന്ന് വേറൊരിടത്ത് നമ്മൾ കാണുന്നത് പോലെ കർത്താവ് സർവശക്തിയുള്ള ദൈവമാണ്, ആദ്യനാണ്, അന്ത്യനാണ് എന്ന് പറഞ്ഞാൽ ഓൾമൈറ്റി ഗോഡ് ആണെന്ന് അതിന്റെ അർത്ഥമുണ്ട്. അടുത്ത വാക്യത്തിലേക്ക് ഞാൻ പെട്ടെന്ന് പോകുന്നു. നിങ്ങളുടെ സഹോദരൻ, 9-ാമത്തെ വാക്യം, നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ വായിച്ചാണ് ദൈവവചനവും യേശുവിന്റെ നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. അത് ഒരു അല്പം ഒന്ന് നമുക്ക് വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ സഹോദരൻ, ഇന്ന് പലരും ഉപയോഗിക്കുന്നത് ബഹുമാനപരസരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പോസ്തലനാണ് ഓർത്തോടെ, കർത്താവിന്റെ മാറോട് ചാരിയിരുന്ന കർത്താവ് ഏറ്റവും സ്നേഹിച്ച അപ്പോസ്തലനാണ്. ഇന്നത്തെ ആളുകളാണെന്നുണ്ടെങ്കിൽ നിത്യവന്യശ്രീ, നിതാന്ത വന്യശ്രീ എന്നൊക്കെ പേരെടുക്കുമ്പോഴത്തേക്ക് താൻ എഴുതിയിരിക്കുന്ന നിങ്ങളുടെ ഒരു സഹോദരനെന്ന് നോക്കിക്കോണം. അപ്പൊ അങ്ങനെയുള്ള പ്രത്യേകിച്ചുള്ളതായ സ്ഥാനങ്ങളും ബഹുമാനങ്ങളും ഒന്നും അന്നത്തെ കാലത്ത് ഇല്ലായിരുന്നു. നിങ്ങളുടെ സഹോദരൻ എന്ന് പറഞ്ഞാണ് തന്നെ പരിചയപ്പെടുത്തുന്നത്. രണ്ടാമത്തേത്, താൻ കൂട്ടാളിയാണ്. എന്തിലൊക്കെ? 3 കാര്യത്തിൽ അവിടെ കൂട്ടാളിയാണെന്ന്. 1, കഷ്ടതയിൽ കൂട്ടാളി. 2, സഹിഷ്ണുതയിൽ കൂട്ടാളി. കഷ്ടതയെ കൂട്ടാളി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അർത്ഥം നമുക്കറിയാവുന്ന അർത്ഥമാണ്. ക്രിസ്തുവിനായി കഷ്ടം സഹിച്ച വ്യക്തിയാണ് യോഹന്നാൻ. നമുക്കറിയാം, യോഹന്നാനെ പല പ്രാവശ്യം പല വിധത്തിൽ കൊല്ലാനായിട്ട് നോക്കിയെന്നൊക്കെയുള്ള സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ അത് ആവർത്തിക്കുന്നില്ല. ഒടുവിൽ സാധാരണ നിലയ്ക്ക് കൊല്ലാൻ കഴിയാത്തത് കൊണ്ട് പത്മോസ് എന്ന് പറയുന്നതായ ആ വിജനമായ ദ്വീപിലേക്ക് നാട് കടത്താൻ തക്കൊണ്ട് ഇടയായി തീർന്നു.
അപ്പോൾ താൻ കഷ്ടതയിൽ, ഈ കർത്താവിന്റെ കഷ്ടതയിൽ, യേശുവിന്റെ കഷ്ടതയിൽ അല്ലെങ്കിൽ ക്രിസ്തുവിനായി താൻ കഷ്ടം സഹിച്ചു എന്നുള്ളതാണ് അത് നമ്മളെ ഓർപ്പിക്കുന്നത്. സഹിഷ്ണുതയിൽ എന്താണ്? സഹിഷ്ണുതയിൽ കൂട്ടാളി എന്ന് പറഞ്ഞാൽ എന്താണ്? യാതൊരു പിറുപിറുപ്പുമില്ലാതെ സന്തോഷത്തോടെ ആ കഷ്ടത സഹിച്ചു. ഇന്നുമല്ല ആയിരിക്കണം. എന്തെങ്കിലും വഴിയെ കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രമാണ് നമ്മളെ സാക്ഷ്യം പറയാതിരിക്കുന്നത്. ചിലപ്പോൾ എനിക്ക് ചിരി വന്നിട്ടുണ്ട്. ഒരിക്കലും ഒരു അമ്മച്ചി വന്ന് സാക്ഷ്യം പറയുന്ന, എല്ലാ ആഴ്ചയിലും വന്ന് സാക്ഷി, ഇന്ന് വലിയ കഷ്ടതയായിരുന്നു. ഒരു ദിവസം മാറ്റി നിർത്തി പാസ്റ്റർ ചോദിച്ചു, എന്താ ഇന്നത്തെ കഷ്ടതയെന്ന്. അപ്പം അമ്മച്ചി പറഞ്ഞു ഇങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോൾ അങ്ങനെ അയലത്തെ ചെറുക്കൻ എന്നെ പെന്തക്കോസ്തുകാരി എന്ന് വിളിച്ചു. പുള്ളിക്കാരത്തിയുടെ ഏറ്റവും വലിയ കഷ്ടത പെന്തക്കോസ്തുകാരി എന്ന് വിളിച്ചതാണ്. ജീവിതത്തിൽ കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ച എത്രയോ പേരുണ്ട്. നമ്മളെല്ലാം ഓരോ നിലയിൽ നമ്മൾ കഷ്ടം സഹിച്ചവരാണെങ്കിലും ഞാൻ പറയട്ടെ, ഏതെങ്കിലും നിലയിൽ കഷ്ടം സഹിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, ഒരു പിറുപിറുപ്പും കൂടാതെ, ഒരു മർമറിങ്ങും ഇല്ലാതെ കർത്താവിന്റെ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരണം. കഷ്ടതയിൽ കഷ്ടം സഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അടുത്ത കാര്യം ലഭിക്കത്തുള്ളൂ. എന്താണ്? നമ്മള് അടുത്ത വാക്യം വായിച്ച രാജ്യത്തിലും കൂട്ടാണ്. അവർ കഷ്ടം സഹിച്ചെങ്കിൽ മാത്രമേ കൂടെ വാഴാനായിട്ട് സാധിക്കൂ. കൂടെ വാഴണമെങ്കിൽ കഷ്ടത ഉണ്ടാകണം. നാം അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പ്രവൃത്തിയിൽ പ്രബോധിപ്പിക്കാൻ ഇടയായി തീർന്നിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആരും മറുപടി പറയണമെന്നില്ല, എങ്കിലും ഒരു മനസാക്ഷി ഒന്ന് ഉണർത്താൻ ഞാൻ വേണ്ടി പറയാം. ക്രിസ്തുവിന് വേണ്ടി എത്രമാത്രം കഷ്ടം നമ്മൾ സഹിച്ചിട്ടുണ്ട്. നമ്മൾ വല്ല വൈറ്റ് കോളറായിട്ട് നടക്കുന്ന ആളുകളിൽ കഷ്ടിച്ച് ഓട്ടോയോ വന്ന് അല്ലെ കാറയോ വന്ന് സഹായത്തിന് ഇറങ്ങിയിരുന്നു. ഇച്ചിരി ചൂടാണെന്നുണ്ടെങ്കിൽ അന്നേരം മുഖമൊക്കെ ഒന്ന് പോകുന്ന കാഴ്ച കാണും. ഒരു അല്പം ചൂട് പോലും സഹിക്കാനായിട്ട് നമുക്ക് തയ്യാറല്ല. ഇനി അഥവാ ഒരു 10 മിനിറ്റ് മീറ്റിംഗ് കൂടിപ്പോയാൽ പിന്നെ അതിനെക്കാട്ടി മുഖമൊക്കെ വക്രിക്കും. കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ. നമ്മൾ എന്തോ സഹിച്ചെന്നാണ് വടക്കേന്ത്യയിലൊക്കെ എന്തുമാത്രമാണ് കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നത്. അത് ആരും അറിയുന്നില്ല, പലരും അറിയുന്നില്ല. നമുക്ക് ഇവിടെ വൈറ്റ് കോളറായിട്ട് നമ്മൾ നടക്കുകയാണ്. എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന ഒരു വ്യക്തി സഹിഷ്ണുതയോടെ, അതിൽ പിറുപിറുപ്പില്ലാതെ, പരാതി പറയാതെ, പരിഭവം കൂടാതെ അത് സഹിക്കുന്ന ഒരാളിന് മാത്രമേ കർത്താവിന്റെ രാജ്യത്തിൽ കൂട്ടാളികളാകാൻ സാധിക്കൂ. അപ്പോൾ സഹിക്കുന്നു എങ്കിൽ മാത്രമേ നമ്മള് കൂടെ വാഴുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പലപ്പോഴും നമുക്ക് മറ്റ് സമുദായങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ബിഷപ്പന്മാരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ ബഹുമാനിക്കണമെന്നാണ് ഞാൻ പറയുന്നെങ്കിലും അവരെ നിത്യവന്യശ്രീ ദാന്ത്യ വന്യശ്രീ എന്നൊക്കെ പറഞ്ഞ് പേരെടുക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് യോഹന്നാൻ തന്നെ പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ സഹോദരൻ എന്നാണ്. ദൈവത്തിന്റെ വചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. നമുക്കറിയാവുന്ന ഭാഗം അങ്ങനെ വിടുക. ഇനി 10ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. 10ാമത്തെ വാക്യം എന്താണ്? കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. എന്റെ ചോദ്യം, ഈ കർത്തൃ ദിവസം എന്ന് പറഞ്ഞ ഏത് ദിവസം? കർത്തൃ ദിവസം 2 പദപ്രയോഗങ്ങൾ നമുക്ക് വേദോത്സവത്തിൽ കാണാനായിട്ട് സാധിക്കും. പത്രോസിന്റെ 2ാം ലേഖനം 3-ാം അധ്യായം 10ാമത്തെ വാക്യം. പത്രോസിന്റെ 2ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 10ാമത്തെ വാക്യം. അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ. അങ്ങനെയല്ലേ ആ വാക്യം ഒന്ന് വായിച്ചേ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ. അപ്പൊ 2 പദപ്രയോഗങ്ങളിലൂടെ കാണുന്നു. ഒന്ന് കർത്താവിന്റെ ദിവസം, രണ്ടാമത്തേത് കർത്തൃ ദിവസം. നമ്മൾ ഇവിടെ വായിച്ചത് കർത്തൃ ദിവസം. ഇതെന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? കർത്തൃ ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളെ കൊണ്ട് മറുപടി പറയിപ്പിക്കുന്നതിൽ ഞാൻ തന്നെ പറയാം. കർത്തൃ ദിവസം എന്ന് പറയുന്നത് 1-ാം നൂറ്റാണ്ട് മുതലേ കർത്തൃ ദിവസം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിവസമാണ്. യഹൂദന്മാര് അവരുടെ ആരാധന എന്ന് പറയുന്നത് ശബദാണ്. ശബദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7ാമത്തെ ദിവസം. എന്നാൽ ക്രിസ്തീയ ആരാധന ഉടലെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കർത്താവിന്റെ ഉയർപ്പിന്റെ ദിവസമായ 1-ാമത്തെ ദിവസമാണ് ആരാധന.
അങ്ങനെയാണ് അവർ ആരാധിച്ചത്. അപ്പോൾ ആ ആരാധനയുടെ ദിവസം അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസമാണ്, ഒന്നാം ദിവസമാണ് കർത്തൃ ദിവസം എന്ന് പറയുന്നത്. കർത്താവിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിന്റെ ദിവസം എന്ന് പറയുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ വരവാണ്. രണ്ടാമത്തെ വരവിന്റെ ദിവസം. ഇത് തമ്മിൽ ചില വ്യത്യാസം. കർത്തൃ ദിവസം അല്ല, കർത്താവിന്റെ ദിവസം. കർത്തൃ ദിവസം എന്ന് പറയുന്നത് അവര് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സഭായോഗത്തിൽ ഒരുമിച്ച് കൂടിയ ആ ദിവസമാണ് കർത്തൃ ദിവസം. ആഴ്ചയിൽ ഒന്നാം ദിവസമാണ്. നമ്മള് ശബദം ആചരിക്കുന്നവരല്ല, ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരാണ് ശബദം ആചരിക്കുന്നത്. നമ്മൾ ശബദം ആചരിക്കുന്നത് നമ്മൾ ആദിമ നൂറ്റാണ്ട് മുതലേ ദൈവഭക്തന്മാര് അവര് ആരാധനയ്ക്ക് കൂടി വന്നത് ആഴ്ചയിൽ ഒന്നാം ദിവസം. ചില രാജ്യങ്ങളിലൊക്കെ അതിന് പറ്റത്തില്ല, അവർക്ക് അവിടെ അവധി ദിവസം അല്ലാത്തത് കൊണ്ട് വേറെ ദിവസങ്ങളിൽ ആരാധനയ്ക്ക് കൂടി വരുന്ന രാജ്യങ്ങളുണ്ട്. നമുക്കറിയാതെ, ഞാനൊന്നും പറയുന്നില്ല. പല രാജ്യങ്ങളുണ്ട്, അവർക്ക് ഈ കർത്തൃ ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ചയല്ല, ആരാധനയ്ക്ക് കൂടി വരുന്നത് വേറെ ദിവസം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി, ആത്മവിവശനായി. എന്നിട്ട് താനൊരു ശബ്ദം കേട്ടു. എന്താണ് കേട്ടത്? നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫേസോസ്, സ്മുർന, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നീ 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെ. നമുക്കൊന്ന് ഞാനൊന്ന് വിശദീകരിച്ച് പോകാം. അപ്പോൾ എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. അതിനകത്തൊരു ചെറിയൊരു ദൂതും കൂടെ ഉണ്ട്. ദൈവശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തിരിയും. നേരത്തെ നിന്നതുപോലൊന്നും അല്ല, നേരത്തെ പറഞ്ഞതുപോലല്ല, നേരത്തെ ജീവിച്ചതുപോലല്ല, നേരത്തെ കഴിഞ്ഞതുപോലല്ല. കർത്താവിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ തിരിയണം. അതാണ് വേണ്ടത്. ചിലരെ ശബ്ദം കേട്ട് അങ്ങനെ തന്നെ പോവുക, അവർ വന്ന വഴി കൂടെ ഒക്കെ പോവുക. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു തിരിവുണ്ടായത് എവിടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഒരുപോലെ പറയാനായിട്ട് സാധിക്കും. ദൈവശബ്ദം കേട്ടപ്പോഴാണ് നമുക്കൊരു തിരിവുണ്ടായത്. ഒരു ഉപദേശം ഇങ്ങനെ ഒരിക്കൽ നടന്നു പോകുമ്പോഴത്തേക്ക് കൂടെ നടന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ കളിയാക്കാനായി ചോദിച്ചത്. അപ്പോ കളിയാക്കാനായിട്ട് ചോദിച്ച ചോദ്യം ഇതാണ്: ഉപദേശി, നരകത്തിൽ പോകാനുള്ള വഴിയാണ്, സ്വർഗത്തിൽ പോകാനുള്ള വഴിയല്ല, നരകത്തിൽ പോകാനുള്ള വഴിയാണെന്ന് ചോദിച്ചു. എന്നിട്ട് വളരെ സ്പീഡിൽ നടന്നു. ഈ ഉപദേശി പാവം ഇച്ചിരി പ്രായമുള്ള ആളാണ്. അദ്ദേഹം പതുക്കെ നടന്നു കഴിഞ്ഞപ്പോൾ അടുത്ത ജംഗ്ഷനിൽ ഒരു ആൾക്കൂട്ടം. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്, ഇങ്ങനെ തന്നെ പോയാൽ മതി, നരകത്തിൽ ചെന്നോട്ട് വന്നു. നരകത്തിൽ പോകാനുള്ള വഴി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഉപദേശി ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞ്, ഈ പോന്ന പോലെ അങ്ങ് പോയാൽ മതി, നരകത്തിൽ ചെന്നോളൂ. അതങ്ങ് അച്ചട്ട് പോലെ സംഭവിച്ചു. ഇദ്ദേഹം നടന്ന് അടുത്ത ജംഗ്ഷനിൽ എത്തിയപ്പം ഈ മനുഷ്യൻ അപകടത്തിൽപ്പെട്ട് മൃതശരീരമായി കിടക്കും, മരിച്ചു. ദൈവശബ്ദം നമ്മളെ ജീവിതത്തിൽ കേൾക്കുമ്പോൾ ഓർക്കണം, ദൈവശബ്ദം നമ്മുടെ ജീവിതത്തിൽ കേൾക്കുമ്പോൾ അതിന്റെ മുമ്പിൽ തിരിയാൻ, അതിന്റെ മുമ്പിൽ രൂപാന്തരം പ്രാപിക്കാൻ, അതിന്റെ മുമ്പിൽ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കാൻ ആര് തയ്യാറാകുമോ അവരെയാണ് കർത്താവിനെ അനുഗ്രഹിപ്പാൻ. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും. അതിന്റെ അർത്ഥം അവിടെ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ അത് വിശദീകരിക്കാൻ പോവുകയാണ്. 7 പൊൻനിലവിളക്കുകളുടെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. ഞാൻ നേരത്തെ അവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, യേശു കർത്താവിന് പുതിയ നിയമത്തിൽ പുത്രൻ എന്നുള്ള നിലയ്ക്ക് 4 പേരുകളുണ്ട്. യേശു കർത്താവിന് പുത്രൻ എന്നുള്ള നിലയ്ക്ക് 4 പേരുകൾ. ഞാൻ അത് വിശദീകരിച്ചതാണെങ്കിലും അത് മാത്രം ഒന്ന് തൊട്ട് പറഞ്ഞു പോകാം. ഒന്നാമത്തേത് അബ്രഹാമിന്റെ പുത്രൻ എന്ന്. രണ്ടാമത്തേത് ദാവീദിന്റെ പുത്രൻ എന്ന്. 3 മനുഷ്യപുത്രൻ എന്ന്. 4 ദൈവപുത്രൻ എന്ന്. ഒന്നാമത്തേത് അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ സുവിശേഷം ആരംഭിക്കുന്നത്, മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ടാണ്.
അതിനൊക്കെ ഒത്തിരി അർത്ഥങ്ങളുണ്ട്. അതൊന്നും വിശദീകരിച്ച് പോകാൻ ഞാൻ സമയം എടുക്കുന്നില്ല. അബ്രഹാമിന്റെ പുത്രൻ, ദാവീദിന്റെ പുത്രൻ, മനുഷ്യപുത്രൻ, ദൈവപുത്രൻ. അതിന്റെ അല്പം മാത്രം ഒന്ന് ഞാൻ പറഞ്ഞു പോകാം. അബ്രഹാമിന്റെ പുത്രൻ എന്നുള്ള നിലയ്ക്ക് അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടിയാണ്. ദൈവം ചെയ്ത ഉടമ്പടി നമുക്ക് വേദപുസ്തകത്തിൽ പല ഉടമ്പടികൾ കാണാനായിട്ട് സാധിക്കും. അതിലൊന്ന് അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടിയാണ്. അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടി അനുസരിച്ച് അബ്രഹാമിന്റെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയുണ്ടോ അത് ഒട്ടും കുറയാതെ ഏറ്റവും പൂർണ്ണത, അതിന്റെ പെർഫെക്ഷനിൽ ആർക്കാ ലഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്. അതിൽ ഒത്തിരി അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ കഴിയും. ഞാൻ ആ ഭാഗം തിരിയുന്നില്ല. രണ്ടാമത്തേത് ദാവീദിന്റെ പുത്രനാണ്. മത്തായി സുവിശേഷം എഴുതിയത് തന്നെ യേശു ക്രിസ്തു ആ വംശാവലി, 1-ാം അധ്യായത്തിലെ വംശാവലി നമ്മൾ അധികം വായിക്കാറില്ല. പക്ഷെ ആ വംശാവലി പരിശുദ്ധാത്മാ തെറ്റിപ്പോകാതെ നമുക്ക് ഇഷ്ടമല്ലെങ്കിലും ആ ആദ്യത്തെ അധ്യായത്തിൽ ആ വംശാവലി എഴുതാൻ കാരണം മത്തായി യഹൂദന്മാർക്ക് ഈ സുവിശേഷം എഴുതുമ്പോൾ അവര് ഏത് രാജാവിനെയാണോ തിരസ്കരിച്ച് കളഞ്ഞത് അതേ ആളാണ് യഥാർത്ഥത്തിൽ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കേണ്ട രാജാവാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ വംശാവലി എഴുതിയത്. അങ്ങനെയെങ്കിൽ ദാവീദിന് ദൈവം വാഗ്ദത്തം ചെയ്ത അവന്റെ സന്തതി എന്നേക്കും സിംഹാസനത്തിൽ ഇരിക്കുമെന്നുള്ള ആ വാഗ്ദത്തം എവിടാ നിവൃത്തിയാകാൻ പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തു ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. മനുഷ്യപുത്രൻ എന്നുള്ള നിലയ്ക്ക് നമുക്കറിയാം, മനുഷ്യപുത്രൻ എന്നുള്ള നിലയ്ക്ക് ആദമിന് ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം അവന് എന്തെല്ലാം വാഗ്ദത്തങ്ങൾ കൊടുത്തു അതെല്ലാം നഷ്ടപ്പെട്ടു. പിശാച് അവനെ തോൽപ്പിച്ചു. അവനെ തോൽപ്പിച്ച് അവന്റെ കയ്യിലുണ്ടായിരുന്നെല്ലാം തട്ടിപ്പറിച്ചു കൊടുത്തു. എന്നാൽ കർത്താവ് ക്രൂശിന്മേൽ കയറി നമുക്ക് വേണ്ടി മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മനുഷ്യപുത്രൻ എന്നുള്ള നിലയ്ക്ക് ആദമിന് എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയോ മനുഷ്യപുത്രൻ എന്നുള്ള നിലയ്ക്ക് അതെല്ലാം വീണ്ടെടുത്ത് നൽകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഭൂമിക്ക് അവകാശിയാണ്. ആദമിന് ദൈവം കൊടുക്കുന്ന അധികാരങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് 1-ാം അധ്യായത്തിൽ നമ്മളെ പോയി നേരത്തെ പഴയ നിയമത്തിലോട്ട് പോകണം. ആ ഭാഗം ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പഴയ നിയമത്തിൽ പോകണം. എപ്പോഴെങ്കിലും നിങ്ങൾ സൗകര്യം കിട്ടുമ്പോൾ അത് വായിച്ചു നോക്കിയാൽ മതി. ആദമിന് കൊടുത്തതായ ആ പദവികളെല്ലാം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ മനുഷ്യപുത്രൻ എന്നുള്ള നിലയ്ക്ക് യേശു ക്രിസ്തു അത് തിരികെ പ്രാപിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവപുത്രൻ എന്നുള്ള നിലയ്ക്ക് സകല പ്രപഞ്ചത്തിനും ദൃശ്യമായതിനും അദൃശ്യമായതിനും അധികാരിയാണ്, അവകാശിയാണ് യേശു ക്രിസ്തു. അതാണ് ആ 4 പേരുകൾ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്നത് കർത്താവ് അവിടെ നമ്മൾ കാണുമ്പോൾ മനുഷ്യപുത്രൻ എന്നുള്ള നിലയ്ക്ക് 3 പദവികൾ യേശുവിന്. മനുഷ്യപുത്രൻ എന്നുള്ള നിലയ്ക്ക് 3 പദവികൾ, 3 അധികാരങ്ങൾ. ഒന്നാമത്തേത്, അത് ഒത്തിരി വിശദീകരിക്കേണ്ടതാണെങ്കിൽ ഞാൻ അത് തൊട്ട് പറഞ്ഞങ്ങ് പോവുകയാണ്. ഒന്നാമത്തേത് ഈസ് അവർ റെഡീമർ, അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. രണ്ടാമത്തേത് ഈസ് അവർ ജഡ്ജ്, അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. വെള്ളിപ്പാട് ദിവസം 1-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ 5-ാം അധ്യായം ഒക്കെ നമ്മൾ വായിക്കാൻ നമുക്ക് കാണാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, റെവലേഷൻ വെളിപ്പാട് ദിവസം 1-ാം അധ്യായത്തിന്റെ 5ഉം 6ഉം, അതുപോലെ വെളിപ്പാട് ദിവസം 5-ാം അധ്യായം അത് മുഴുവൻ വായിക്കേണ്ടതാണ്. എന്നാൽ ഒരു വാക്യം മാത്രം വായിച്ച് വിടുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 19-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. 19-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, 19:10. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണ് കർത്താവ് വന്നത്. ഇത് തന്നെ 1-ാം അധ്യായം നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. 1-ാം അധ്യായത്തിന്റെ 5ഉം 6ഉം വാക്യങ്ങൾ. കർത്താവിന്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട്. നമ്മളെ വീണ്ടെടുത്തത് പൊന്ന്, വെള്ളി തുടങ്ങിയ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. വാക്യം എല്ലാവർക്കും അറിയാം. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താലാണ് നമ്മളെ വീണ്ടെടുത്തത്. അപ്പൊ അതുപോലെ തന്നെ മനുഷ്യപുത്രനായതുകൊണ്ടാണ് പിതാവായ ദൈവം തന്നെ ന്യായ വിസ്താരം അല്ലെങ്കിൽ ന്യായാധിപതി എന്നുള്ളതിലേക്ക് ന്യായം വിധിക്കാനുള്ളതായ ആ പദവി കർത്താവിന് പിതാവ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ്.
യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 27-ാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്. 27-ാമത്തെ വാക്യം, അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരം നൽകിയിരിക്കുന്നു. അപ്പൊ ന്യായവിധി നടത്താൻ താന് മനുഷ്യപുത്രനായതുകൊണ്ട്, ഈ ഭൂമിയിൽ വന്നതുകൊണ്ട്, നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായതുകൊണ്ട് ഒരു ഒഴിവൊഴി പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഒരു ന്യായവും പറഞ്ഞ് ഈ കർത്താവിന്റെ സിംഹാസനം മുമ്പിൽ നിന്ന് ന്യായാവിസ്താരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്ന് മാത്രമല്ല, നമ്മളെ ന്യായം വിധിക്കാൻ ഉള്ള അധികാരം പിതാവായ ദൈവം പുത്രന് നൽകിയിരിക്കുകയാണ്. അപ്പൊ അതുപോലെ മൂന്നാമത്തെ കാര്യം, മനുഷ്യപുത്രൻ എന്നുള്ള നിലയ്ക്ക് കർത്താവിന്റെ മൂന്നാമത്തെ അധികാരമാണ് ഈസ് ദ കിങ് ഓഫ് കിങ്സ്, രാജാധിരാജാവ്. യഥാർത്ഥത്തിൽ രാജാവായി വന്നവൻ യേശു കർത്താവാണ്. വിദ്വാൻമാര് അവര് ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹെരോദാവിനോട് ചോദിച്ചത് ഇതാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ യേശു രാജാവാണെന്നുള്ളത് വളരെ ആഴമായി തെളിയിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. നമ്മുടെ കർത്താവ് രാജാവാണ്, അവൻ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. മോശയെ സംബന്ധിച്ചിടത്തോളം, പഴയ നിയമത്തിലെ മോശയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക കാര്യം നമുക്കറിയാം. ഈ ലേവ്യ ഗോത്രത്തിലെ പൗരോഹിത്യം അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് രാജത്വവും പൗരോഹിത്യവും രണ്ടും രണ്ടാക്കി. എന്നാൽ നമുക്ക് ഇത് ഒരുമിച്ച് കാണുന്ന ചിലരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന് മൽക്കീസദേക്കാണ്, രാജാവും പുരോഹിതനുമായിട്ടില്ല. അതുപോലെ മോശ പ്രോഫറ്റാണ്, പ്രവാചകനാണ്, താന് പുരോഹിതനായിരുന്നു, അതുപോലെ ജനത്തിന് ന്യായം വിധിച്ച് ന്യായാധിപനായിരുന്ന അല്ലെങ്കിൽ രാജാവായിരുന്ന ആളും കൂടെയാണ്. അപ്പോൾ എന്നാൽ നമുക്ക് ക്രിസ്തുയേശുവിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ ആ വാക്യം നമ്മൾ കണ്ടതാണ്. യേശു ക്രിസ്തുവിൽ കൂടെ രക്ഷ നമുക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ വി ആർ കിങ്സ് ആൻഡ് പ്രീസ്റ്റ്, നമ്മൾ രാജാക്കന്മാരാണ്, പുരോഹിതന്മാരാണ്. അതേസമയം തന്നെ നമ്മള് പ്രവാചകന്മാരും കൂടാണ്. എന്താണ് പ്രവാചകന്റെ ജോലി? പ്രവാചകന്റെ ജോലി ദൈവത്തിന് വേണ്ടി മനുഷ്യനോട് സംസാരിക്കുക എന്നുള്ളത്. പുരോഹിതന്റെ ജോലി എന്താണ്? പുരോഹിതന്റെ ജോലി മനുഷ്യന് വേണ്ടി ദൈവത്തോട് സംസാരിക്കുക എന്നുള്ളതാണ്. രാജാവിന്റെ ജോലി എന്താണ്? രാജാവ് ദൈവത്തിന് വേണ്ടി നീതി നിർവഹിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, ഇത് നമുക്ക് ഈ പദവികളെല്ലാം ഉണ്ട്. എന്താണ്? നമ്മള് മനുഷ്യർക്ക് വേണ്ടി ദൈവത്തോട് സംസാരിക്കുന്നവരാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഒരാളോട് സുവിശേഷം പറഞ്ഞെങ്കിൽ, ഒരു പ്രാവശ്യമെങ്കിലും മറ്റാളിന് വേണ്ടി മധ്യസ്ഥത അണച്ചിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു തലേ കൈ വെച്ച് ഒരു ദൂത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാം, ഇവിടിരിക്കുന്ന എന്നെ കേൾക്കുന്ന എല്ലാവരും പ്രവാചകനാണ്. യേശു ക്രിസ്തുവിൽ കൂടെ വീണ്ടും ജനനം നമുക്ക് പ്രാപിച്ചത് കൊണ്ട് നമ്മൾ എല്ലാവരും പുരോഹിതന്മാരാണ്. അപ്പൊ ക്രിസ്തീയ പൗരോഹിത്യത്തിന് ഒത്തിരി വ്യത്യാസമുണ്ട്. തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്നും ഇപ്പൊ പറയാനായിട്ട് നേരെയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സഹിക്കുന്നുവെങ്കിൽ കർത്താവിനോട് കൂടെ വാഴാൻ പോവുക. നമ്മൾ കിങ്സ് ആണ്, രാജാക്കന്മാരാണ് എന്നുള്ളത് ഓർക്കണം. ഇനി ആ വാക്യത്തിൽ തന്നെ അടുത്ത മറ്റൊരുണ്ട് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? അതിന്റെ 13ാമത്തെ വാക്യം, തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളുടെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച്. ഈ നിലയങ്കി എന്ന് പറയുന്നത് നമുക്കറിയാം, പൗരോഹിത്യ 5 തരത്തിലുള്ള പൗരോഹിത്യ വസ്ത്രമുണ്ട്. അതിൽ നിലയങ്കി വളരെ പ്രധാനപ്പെട്ട ഒരു വസ്ത്രം. പുരോഹിതൻ നിലയങ്കി ധരിക്കും. നിലയങ്കി ധരിക്കുമ്പോൾ അതിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിലാണ് മാതള നാരകം, അതുപോലെ ഒരു മണി, ഒരു മാതള നാരകം ഇങ്ങനെ അതിന്റെ വിളിമ്പിൽ ഇങ്ങനെ തയ്ച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ നിലയങ്കി എന്ന് പറയുന്നത് പൗരോഹിത്യ വസ്ത്രമാണ്. ഇനി മാറത്ത് കെട്ടിയിരിക്കുന്ന പൊൻകച്ച എന്ന് പറയുന്നത് ന്യായാധിപന്മാരാണ്. ഒരേ കാലത്ത് നമ്മള് കൊച്ചി രാജാവിന് അങ്ങനെയൊക്കെയുള്ള രാജാക്കന്മാരെ നിങ്ങൾ പടത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. പൊൻകച്ച മാറത്ത് ഇങ്ങനെ കെട്ടിയിരിക്കും. ന്യായാധിപന്റെ ലക്ഷണമാണ് ഈ മാറത്ത് പൊൻകച്ച കെട്ടുക എന്ന് പറയുന്നത്. അപ്പൊ മാറത്ത് പൊൻകച്ച കെട്ടി നിലയങ്കി ധരിച്ചതായ മഹാപുരോഹിതനാണ് നമ്മുടെ കർത്താവ്. മഹാപുരോഹിതൻ, യേശു മഹാപുരോഹിതനാണ്. നമുക്കറിയാം എബ്രായ ലേഖനത്തിൽ അത്
പൗലോസാണ് ആ ലേഖനം എഴുതിയെങ്കിൽ വളരെ ശക്തമായി അത് തെളിയിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മളും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയ നിയമ പുരോഹിതന്മാരാണ്. പഴയ നിയമത്തിലെ പൗരോഹിത്യം എന്ന് പറയുന്നത് ലേവ്യ ഗോത്രത്തിലുള്ളവർ മാത്രമാണ്. അത് മാത്രമല്ല, പഴയ നിയമത്തിലെ പൗരോഹിത്യം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വയസ്സിനകത്തുള്ളവരാണ്. പഴയ നിയമത്തിലെ പൗരോഹിത്യം എന്ന് പറയുന്നത് 12 തരത്തിലുള്ള ശാരീരിക ന്യൂനതകളില്ലാത്ത ആളുകളായിരുന്നു. ഇതൊക്കെ ആത്മീയമായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ആത്മീയമായിട്ട് 12 വിധ ആത്മീയ രോഗികളുണ്ട്. ആത്മീയ രോഗികൾ, അവർക്ക് ആക്ഷരികമായിട്ടല്ല, 12 തരത്തിലുള്ള ആളുകൾക്ക് പുരോഹിതനാകാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ അത് നമുക്ക് ഇന്നത്തെ കാലത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ആക്ഷരികമായിട്ടല്ല, ആത്മീയമായിട്ട് നമുക്കത് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മള് പഴയ നിയമ പുരോഹിതന്മാര് അവർ 5 തരത്തിലുള്ള യാഗം കഴിക്കുമ്പോൾ പുതിയ നിയമ പുരോഹിതന്മാരായ നമ്മള് 7 കൂട്ടം യാഗങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട്. 7 കൂട്ടം യാഗങ്ങൾ. പഴയ നിയമ പുരോഹിതൻ കഴിക്കുന്ന യാഗങ്ങൾ എന്തൊക്കെയാണ്? എളുപ്പം ഓർമ്മ വരുന്നവർക്കെന്ന് പറയാം. ഒന്നാമത്തേത് ഹോമയാഗം, രണ്ടാമത്തേത് ഭോജനയാഗം, മൂന്നാമത്തേത് സമാധാനയാഗം, നാലാമത്തേത് പാപയാഗം, അഞ്ചാമത്തേത് അകൃത്യയാഗം. എന്നാൽ ഇത് അതിന്റെ ഓർഡർ അനുസരിച്ച് ലേവ്യ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒന്നാമത്തെ യാഗം എന്ന് പറയുന്നത് ഹോമയാഗമാണ്. ഹോമയാഗം ആരാധനയാണ് കാണിക്കുന്നത്. എന്നാൽ ഈ കഴിക്കുന്ന ക്രമീകരണം അനുസരിച്ച് ഹോമയാഗം അല്ല ആദ്യം കഴിക്കേണ്ടത്. പാപയാഗം കഴിച്ച ഒരാളിനെ ഹോമയാഗം കഴിക്കാൻ യോഗ്യതയുള്ളൂ. എന്ന് പറഞ്ഞാൽ പാപക്ഷമ പ്രാപിച്ച യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ഒരാളിന് മാത്രമേ ദൈവത്തെ ആരാധിക്കാൻ യോഗ്യതയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആ യാഗങ്ങളെ വീണ്ടും നമുക്ക് തിരിച്ചു പഠിക്കാൻ കഴിയും. രക്തച്ചൊരിച്ചിലുള്ള യാഗങ്ങൾ, രക്തച്ചൊരിച്ചിലില്ലാത്ത യാഗം, അതുപോലെ സൗരഭ്യവാസനയായ യാഗം, സൗരഭ്യവാസന അല്ലാത്ത യാഗം, ഇങ്ങനെ നമുക്ക് തിരിച്ച് പഠിക്കാനായിട്ട് സാധിക്കും. അത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തൊട്ട് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. പുതിയ നിയമ വിശ്വാസികളായ നമ്മള് കഴിക്കുന്ന യാഗങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെയാണ് നമ്മൾ കഴിക്കുന്ന യാഗങ്ങൾ? ഒന്നാമത്തെ യാഗം എന്ന് പറയുന്നത്, അതിനെ ഒന്ന് പറഞ്ഞു പോകാം. അതൊന്ന് പറഞ്ഞില്ലെങ്കിൽ എന്റെ ഇതൊന്ന് നമുക്ക് ശുഷ്കമായി പോയി. അത് ഇച്ചിരി ഒന്ന് സൈഡ് കയറി പോയെങ്കിൽ നമ്മുടെ ക്ലാസ്സിനൊരു ഒഴുപ്പുണ്ടാകത്തില്ല. അല്ലെങ്കിൽ എന്റെ ക്ലാസ് ഒത്തിരി ശുഷ്കമായി പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പറഞ്ഞു മാത്രം പോയി കഴിഞ്ഞാൽ നിങ്ങൾ എത്രമാത്രം അതിൽ എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. ഏതെങ്കിലും കറക്ഷനൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മൾ കഴിക്കുന്ന യാഗങ്ങൾ എന്താണ്? നമ്മൾ കഴിക്കുന്ന യാഗങ്ങൾ, പഴയ നിയമ പുരോഹിതൻ കഴിക്കുന്നത് ആക്ഷരിക യാഗമാണ്. നമ്മൾ കഴിക്കുന്ന യാഗം ആത്മീക യാഗം. ആത്മീക യാഗമാണ്. ഈ ആത്മീയ യാഗമാണ് നമ്മൾ കഴിക്കുന്നത്. എവിടെ എഴുതിയിരിക്കുന്നത്? വല്ല പിടിയും കിട്ടുന്നുണ്ടോ? എവിടാണ് നമ്മൾ ആത്മീയ യാഗം കഴിക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നത്? അപ്പൊ അത് പഠിക്കണമല്ലോ. അത് ഇങ്ങനെ ഞാൻ പറഞ്ഞു പോയതുകൊണ്ട് കാര്യമല്ല. ഒരിച്ചിരി സമയം എടുത്ത് അത് പറയാം. അതും കൂടെ ഇന്ന് കുറച്ചുകൂടെ പറഞ്ഞങ്ങ് നിർത്താം. നിങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടും. 1 പത്രോസ് 2-ാം അധ്യായം 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്: നിങ്ങളും, അതെല്ലാം വിശദീകരിക്കേണ്ടതാണ്. അതെല്ലാം വിടുക. അതെല്ലാം പറയാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഇങ്ങനെ കയറിപ്പോകും. അപ്പൊ അതുകൊണ്ട് അതെല്ലാം കട്ട് ചെയ്ത് വിടുക. നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്നപോലെ മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട്. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളാണ് ഇപ്പം വായിക്കുന്നത്. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധി ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം. ഒരു വലിയ സെന്റൻസ്. അതിലെല്ലാം ഓരോന്നും ഓരോ വലിയ വലിയ കാര്യങ്ങളാണ് അതിനകത്ത് ഉള്ളടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ബാക്കിയെല്ലാം അങ്ങോട്ട് വിടുക. പ്രൈസ് ദി ലോർഡ്. മനുഷ്യർ തള്ളിയതായ കല്ല്, ശ്രേഷ്ഠവും മാന്യവുമായ കല്ല്. മനുഷ്യർ 118-ാം സങ്കീർത്തനത്തിൽ നമ്മൾ അങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്, അല്ലെ? നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ട് ആ വാക്യം? 118-ാം സങ്കീർത്തനത്തിലെ വാക്യം ഓർമ്മ വരുന്നുണ്ടോ? ആർക്കേലും ഓർമ്മ വരുന്നുണ്ടോ? ആർക്കും ഓർമ്മ വരുന്നില്ല. വീട് പണി ഞാൻ തന്നെ പറയാം. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറി. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല്. ഇതിനെയും കൂടെ ഓർമ്മപ്പെടുത്തിയാണ് നമുക്ക് ഈ വാക്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും.
അതിന്റെ പുറകിൽ ഒരു ചരിത്രമുണ്ട്. അത് പറഞ്ഞു പോയ സമയം പോകും. അതിന് ആ വാക്യം 118 സങ്കീർത്തനത്തിൽ ആ വാക്യം വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറിയിരിക്കുന്നത് പറയാൻ അതിനകത്തൊരു ചരിത്രമുണ്ട്. ഈ ശലോമോൻ ഞാനിങ്ങനെ ഓരോന്ന് കയറി പോകാണ്. അപ്പം നിങ്ങൾക്ക് ഇനി വിഷമമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എങ്കിലും പറഞ്ഞു പോകാം, പഠിച്ചും കൂടെ പോകണമല്ലോ. ശലോമോൻ ആലയം പണിയാനായിട്ട് കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്തോ, നോ പ്രോബ്ലം. ഞാൻ അത് പറഞ്ഞു. ഇത് നമുക്ക് അറിയത്തില്ല, നമ്മൾ സാധാരണ ആളുകൾക്ക് അറിയത്തില്ല. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതിന്റെ പുറകിലുള്ള ചരിത്രം ഇതാണ്. ഇനി ശ്രദ്ധിച്ചു കേൾക്കണം. ശലോമോൻ ആലയം പണിത ആ ആലയം നമുക്കറിയാം, വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകളാണ് കൊണ്ടുവന്നത്. ഇവിടെ അതുകൊണ്ട് ആലയത്തിൽ ശബ്ദം കേൾക്കാനില്ലായിരുന്നെന്നായിരിക്കും. അവിടെ ഒരു ശബ്ദമില്ല. ഇന്നത്തെ ആലയം അങ്ങനെയാണ്. വെട്ടുകുഴി വെച്ച് തന്നെ കുറവ് തീർത്ത് കൊണ്ടുവരത്തില്ല. ഇവിടെ കൊണ്ടുവന്ന് ചുവരെ വെച്ചിട്ടാണ് പിന്നെ ചെത്താനും മിനുക്കാനും ഒക്കെ പോകുന്നത്. വീഡിയോയിൽ മാറ്റ് സഹോദര, കള്ളുകൂടി മാറ്റ് സഹോദര എന്ന് പറഞ്ഞ് ചെത്താൻ പോയി കഴിഞ്ഞാൽ എവിടെ ചെത്താനാ? വല്ല നടപ്പുണ്ട്. ഒടുവിൽ ആകപ്പാടെ വെപ്രാളം, ആകപ്പാടെ പ്രശ്നം, ഭാഷക്കെട്ട് നല്ല കിട്ടുകയും ചെയ്യും. പ്രൈസലോ. ഇങ്ങനെ വെട്ടുകുഴി വെച്ച് തന്നെ കുറവ് തീർക്കാതെ കൊണ്ടുവന്ന് പണിത കല്ലുകളാണ് പല സഭകളിലുള്ളത്. അതുകൊണ്ട് പാസ്റ്റർമാർക്ക് ഒത്തിരി തലവേദനയാണ്. എന്നോട് കേൾക്കുന്നവർ എന്നോട് ക്ഷമിക്കണം, പറയാതിരിക്കാൻ നിവർത്തിയില്ല. പക്ഷെ ശലോമോന്റെ ആലയം അങ്ങനെയല്ല. ശലോമോന്റെ ആലയം വെട്ടുകുഴിയിൽ വെച്ച് തന്നെ എന്റെ ഭാഷ പറഞ്ഞ സ്നാനപ്പെടുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി നല്ല വിശുദ്ധ ജീവിതത്തിൽ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഉപദേശങ്ങളും എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇടയ്ക്കൊന്ന് ചെത്താനുള്ള കാര്യം ഇല്ല. അപ്പൊ അതുകൊണ്ട് ശലോമോന്റെ ആലയത്തിൽ വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൾ കൊണ്ട് പണിയാനാണ്. അപ്പൊ ഈ കല്ലുകൾ വെട്ടിയെടുക്കുന്ന സ്ഥലത്ത് നിന്ന് ഇത് കൊണ്ടുവന്ന് ശലോമോൻ ആലയം പണിയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ ഇതിനൊരു മൂലക്കല്ല് വേണം. അപ്പൊ ഈ ചെത്തി ഒരുക്കിയ ആളുകള് ഒരു കല്ല് പ്രത്യേകിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ ഇത് നോക്കിയപ്പോഴത്തേക്ക് മറ്റ് കല്ലുകളെക്കാൾ വലിപ്പവും വ്യത്യസ്തമായിരിക്കുന്ന ഒരു കല്ല്. മൂലക്കല്ല് അങ്ങനെയാണല്ലോ സാധാരണ വെക്കാറുള്ളത്. അപ്പൊ ഈ പണിയുന്നവർക്ക് ഇത് മനസ്സിലായില്ല. അവരെ എടുത്ത് നേരെ കിദ്രോൻ, അതിന്റെ മേലിൽ നിന്ന് എടുത്ത് കളഞ്ഞാൽ കിദ്രോൻ തോട്ടിലോട്ടൊക്കെ പോകും. അതെടുത്ത് അങ്ങ് ദൂരോട്ടം കളയും. അപ്പൊ പണിയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകളെ തിരക്കാൻ തുടങ്ങി. എന്തിയെ മൂലക്കല്ല്, അത് ആരാണ്ട് എടുത്ത് ദൂരെ കളഞ്ഞു. അന്നേരം ഇതെന്തിനാ കൊണ്ടുവന്ന് പറഞ്ഞുകൊണ്ട് ദൂരെ കളഞ്ഞു. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് ഒടിയിൽ ആ ഗിദ്രോൻ തൊട്ടി പെയിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകളെ വിട്ടു. അവരിങ്ങനെ തപ്പി വളരെ പാടുപെട്ട് തപ്പി ചെന്ന് ഒടുവിൽ ഈ കല്ല് കൊണ്ടുവന്ന് അങ്ങനെയാണ് അത് പണിയാനിട. ഇതാണ് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്നുള്ള ആ സങ്കീർത്തനത്തിലെ വാക്യത്തിന്റെ ആധാരമായിരിക്കുന്ന ഒരു കാര്യം. അതിനകത്ത് നമുക്കൊരു ദൂതുണ്ട്. ഇവിടെ എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയാനൊരു ദൂതുണ്ട്. ആരെങ്കിലും നിന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, നിന്നെ മൂലക്കല്ലാക്കി മാറ്റുന്ന ദൈവകൃപയുടെ വ്യാപാരം ഇന്ന് രാത്രി വെളിപ്പെട്ടു വരികയാണ്. എവിടെങ്കിലും ആരെങ്കിലും ഒഴിച്ചു മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ദൂരോട്ട് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, കൂട്ടത്തിൽ കൂട്ടാതെ വിട്ടിട്ടുണ്ടെങ്കിൽ, ദൈവകൃപ പ്രാപിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇറങ്ങിത്തിരിച്ച ഒരു ദൈവ പൈതൽ നിന്ദിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ശക്തമായി പറയട്ടെ, നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എന്റെ മേൽ വീണിരിക്കുന്നുവെന്ന് ഇന്ന് രാത്രി കർത്താവ് പറയുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും, ഒറ്റപ്പെട്ടു പോയ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, എവിടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഒഴിച്ചു മാറ്റിയ ഒരു സന്ദർഭം ദൈവിക വിഷയമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രികാലം എനിക്ക് ശക്തമായി പറയാനൊരു ദൂതുണ്ട്. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞതിനെ ഏറ്റവും ശ്രേഷ്ഠമേറിയ നിലയിൽ ഭൗതിക മണ്ഡലത്തിൽ ദൈവം ഉയർത്തി, ദൈവത്തിന്റെ മാന്യത നിങ്ങളുടെ മേൽ വരാൻ പോകുന്നുവെന്ന് പ്രവചനാത്മാവിൽ ഞാൻ ഇന്ന് രാത്രി പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി ആ സങ്കീർത്തനത്തിലല്ല, പത്രോസിന്റെ ലേഖനത്തിലേക്ക് ഞാൻ വരികയാണ്. അതിന്റെ നമ്മൾ വായിച്ച വേദഭാഗം നമുക്ക് ഓർമ്മയുണ്ട്. ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നമ്മൾ ജീവൻ പ്രാപിച്ച് ദൈവത്തിന് പ്രസാദമായിട്ടുള്ള വിശുദ്ധ പുരോഹിത വർഗമായിട്ട് പണിയപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു. നമ്മൾ ആത്മീക യാഗം കഴിക്കാൻ തക്കണം. അപ്പോൾ പഴയ നിയമ വിശ്വാസികൾ ആക്ഷരിക യാഗമാണ് അർപ്പിച്ചിരുന്നെങ്കിൽ, 5 യാഗങ്ങളാണ് അർപ്പിച്ചിരുന്നെങ്കിൽ, പുതിയ നിയമ വിശ്വാസികളായ നമ്മള് ആത്മീക യാഗമാണ് അർപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ പറയാതെ തന്നെ ഏതൊക്കെ യാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും ഉത്തരം പറയാൻ കാണും. നമ്മൾ കഴിക്കുന്ന ആത്മീയ ഒരു യാഗം പറയാം. ഒരു യാഗം എളുപ്പം ഒരു യാഗം ആർക്കെങ്കിലും പറയാമോ? പറഞ്ഞു കുഴപ്പമില്ല, ഒന്ന് റെസ്പോണ്ട് ആയിക്കോട്ടെ നേരിട്ട്.
ഞാൻ പറഞ്ഞു വൺ സൈഡ് മാത്രമായി കേൾക്കുന്നു. പോട്ടെ, ഞാൻ തന്നെ പറയാം. നമ്മൾ കഴിക്കുന്ന ആത്മീയ, നിങ്ങൾ ഉടനെ പറയും സ്തോത്രയാഗമാണ്. ശരിയാ, അത് വളരെ കറക്റ്റാണ്. പക്ഷെ അതിനു മുമ്പേ നമ്മൾ അർപ്പിക്കുന്ന ഒരു യാഗമാണ്. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം, നമുക്കറിയാവുന്ന വാക്യമാണ്. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം, റോമൻസ് ചാപ്റ്റർ 12, 12th ചാപ്റ്റർ, 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ദൈവത്തിന്റെ വായിച്ചു. ദൈവത്തിന്റെ മനസ്സലിവോർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന. അതൊക്കെ ഒത്തിരി വിശദീകരിക്കേണ്ടതാണ്. 2 തരത്തിലുള്ള ആരാധനയുണ്ട്. ഒന്ന് ബുദ്ധി കൊണ്ടുള്ള ആരാധന, ബുദ്ധി കൊണ്ടുള്ള ആരാധനയാണ്, ബുദ്ധി കൊണ്ടുള്ള ആരാധന. എന്നാൽ നമ്മൾ ഇപ്പം ചെയ്യുന്ന ആരാധന എന്താണ്? ബുദ്ധിയുള്ള ആരാധന. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ബുദ്ധിയുള്ള ആരാധന, ബുദ്ധി കൊണ്ടുള്ള ആരാധനക്കാരായിരുന്നു ഒരിക്കൽ നമ്മൾ. നമ്മൾ എന്തെല്ലാം പരിപാടികളാണ് ചെയ്തത്, അതൊന്നും ഇപ്പൊ വിശദീകരിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. എന്നാൽ ഇപ്പൊ നമ്മൾ എന്താണ്? ബുദ്ധിയുള്ള ആരാധനയാണ്, ബുദ്ധിയുള്ള ആരാധന. ആ ബുദ്ധിയുള്ള ആരാധനയായിട്ട് നമ്മൾ ഒന്നാമത് ചെയ്യുന്നത് എന്താണ്? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മള് ഒന്നാമത് പുതിയ നിയമ പുരോഹിതൻ അർപ്പിക്കുന്ന ഒന്നാമത്തെ യാഗം നമ്മളെ തന്നെ സമർപ്പിക്കുക. നമ്മുടെ ശരീരങ്ങളെ ജീവനുള്ള, പഴയ നിയമ വിശുദ്ധൻ കഴിക്കുന്ന ആരാധന എന്ന് പറയുന്നത് ജീവൻ എടുക്കുക, രക്തം ചിന്തുക, ജീവൻ എടുക്കുക. എന്നാൽ നമ്മള് ജീവനുള്ള ആരാധനയായി നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധിയുള്ള ആരാധനയായി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കും. ഒന്നാമത് നമ്മളെ തന്നെ സമർപ്പിക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്കുള്ളതിനെ സമർപ്പിക്കേണ്ടത്. ചിലർ ഇത് ചെയ്യത്തില്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കും. നല്ല കാര്യം, കൊടുത്ത കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളെ തന്നെ കൊടുക്കാതെ നമുക്കുള്ളത് എന്തെങ്കിലും കൊടുത്താൽ ദൈവത്തിന് അതിൽ പ്രസാദമില്ല. ആദ്യം ദൈവത്തിന് വേണ്ടത് നമ്മളെ തന്നെയാണ്. നമ്മുടെ ശരീരങ്ങളെ മന്ദിരങ്ങളായി, ദൈവത്തിന്റെ മന്ദിരമായി, ദൈവത്തിന് വസിക്കാൻ കഴിയുന്ന വിശുദ്ധ മന്ദിരമായി നമ്മളെ തന്നെ സമർപ്പിക്കുക, അവരവരെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ യാഗം. വിശദീകരിച്ച് പോകാൻ സമയമെടുക്കുന്നില്ല. എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2ാമത്തെ യാഗം എന്ന് പറയുന്നത് സ്തോത്രയാഗമാണ്. സ്തോത്രയാഗം ഒത്തിരി വാക്യങ്ങൾ അതിനോട് ചേർന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനത്തിൽ തന്നെ നമ്മൾ 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു കൂട്ടായ്മ അതൊരു യാഗമാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു വിശുദ്ധന്മാരെ സഹായിക്കുന്നത് ഒരു യാഗമാണ്. വിശുദ്ധന്മാരെ സഹായിക്കണം. ഫിലിപ്പിയ ലേഖനം 4:18 വാക്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ അത് പറഞ്ഞ് മാത്രം പോവുകയാണ്. വിശുദ്ധന്മാരെ സഹായിക്കണം. ദൈവ ഭക്തന്മാരെ നമ്മൾ സഹായിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന് അതൊരു യാഗമായി അർപ്പിക്കുന്നത് പോലെയാണ്. ഫിലിപ്പിയ സഭ ആ കാര്യത്തിൽ പൗലോസിനോട് വളരെ കൂട്ടായ്മ, വളരെ സഹകരിച്ച ഒരു സഭയാണ്. 13-ാം അധ്യായം എബ്രായ ലേഖനത്തിൽ വരുമ്പോഴത്തേക്ക് നന്മ ചെയ്യുക എന്നുള്ളത്, നന്മ ചെയ്യുക എല്ലാവർക്കും, പ്രത്യേകിച്ച് സഹവിശ്വാസികൾ നമ്മളെ കൊണ്ട് ചെയ്യുന്ന നന്മ ചെയ്യണം. നന്മ ചെയ്യാൻ ദ്രോഹിക്കരുത്, പകരം നന്മ ചെയ്യുക ആണ് കർത്താവ് നമ്മളെ കുറിച്ച് ആവശ്യിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും ഒടുവിൽ പൗലോസ് പറഞ്ഞ് അവസാനിപ്പിക്കും ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? വേണ്ടി വന്നാൽ രക്തം ചിന്തുക എന്നുള്ളതും ഒരു യാഗമാണ്. അതൊരു യാഗമാണ്. നമുക്കൊന്നും എന്നാൽ അനേക ഭക്തന്മാര് അവരുടെ രക്തം ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി ചിന്തി അവര് ആ യാഗം അർപ്പിച്ചു. അതിനൊക്കെ ഒത്തിരി പ്രതിഫലമുണ്ട്. നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾക്ക് ഒത്തിരി, ആ നിലയ്ക്ക് ഒത്തിരി പ്രതിഫലം കർത്താവ് നമുക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇനി നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വീണ്ടും മടങ്ങി പെട്ടെന്ന് വരുന്നു. ആ ഒരു ചാപ്റ്ററെങ്കിലും ഇന്ന് തീർക്കാൻ പറ്റുമെന്ന് ഞാൻ പെട്ടെന്ന് ഓടിച്ചൊക്കെ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ബാക്കി ഉള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മിച്ച് നമ്മൾ ഇന്ന് പറഞ്ഞത് ഇന്ന് ഒരു 1-ാം അധ്യായമെങ്കിലും ഓടിച്ചൊക്കെ പറഞ്ഞ് തീർക്കാം എന്ന് ഞാൻ കരുതുന്നു. പുരോഹിതന്മാരുടെ വസ്ത്രമൊക്കെ നമുക്ക് പഴയ നിയമത്തിൽ പഠിക്കാൻ കഴിയും. അതൊക്കെ വലിയ കാര്യമാണ്. പുരോഹിത പ്രതിഷ്ഠയുണ്ട്. പുരോഹിത പ്രതിഷ്ഠ, കരപൂരണയാഗം എന്ന് പറഞ്ഞ ഒരു യാഗമുണ്ട്. അത് ഈ 5 യാഗങ്ങളിലുള്ള കരപൂരണയാഗം എന്ന് പറഞ്ഞിട്ടൊരു യാഗമല്ല. കരപൂരണയാഗം എന്ന് പറയുന്നത് അത് അക്ഷരീയമായിട്ടൊരു യാഗമല്ല. അത് പുരോഹിതന്മാര് അല്ലെങ്കിൽ അഹരോനും പുത്രന്മാരും കൈകൾ കൂട്ടിപ്പിടിച്ച് ആ കൂട്ടിപ്പിടിച്ച കൈകൾക്കകത്ത് ചില വസ്തുക്കളൊക്കെ വെച്ച് അവർക്കുള്ളതിനെ ദൈവത്തിന് സമർപ്പിക്കുക എന്ന് പറയുന്ന ഒരു സമർപ്പണമാണ്. അത് അല്ലാതെ കരപൂരണയാഗം എന്ന് പറയുന്നത് ഒരു യാഗമല്ല.
പോട്ടെ, അതിന് അങ്ങനെ അവരൊരു പുരോഹിതനിലേക്ക് വരുമ്പോഴത്തേക്ക് എന്തൊക്കെ ചെയ്യണമെന്നുള്ളതൊക്കെ പഴയ നിയമത്തിൽ കാണാൻ കഴിയും. ഒരു പുതിയ നിയമ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഒരു ജീവിതം സമർപ്പിക്കേണ്ടതെന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്ത യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള 7-fold ഡിസ്ക്രിപ്ഷനാണ്. 7 നിലയിലുള്ള വിവരണം നമുക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്തൊക്കെയാണ്? ഒന്ന്, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി. ഞാൻ പറഞ്ഞു, പൊൻകച്ച എന്ന് പറയുന്നത് കർത്താവിന്റെ ന്യായാധിപതി എന്നുള്ള നിലയ്ക്കാണ് പൊൻകച്ച കെട്ടിയിരിക്കുന്നത്. അപ്പൊ അവന്റെ തലയും തലമുടി എന്ന്, അവന്റെ തലയും തലമുടി. അത് പിന്നെ അടുത്തത് കണ്ണ്, അഗ്നിജ്വാല. കാല്, 7 കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ശബ്ദം, കർത്താവിന്റെ വലങ്കൈ, അവന്റെ വായ, അവന്റെ മുഖം സൂര്യനെ പോലെ ശക്തിയോടെ പ്രകാശിക്കുന്നത്. അപ്പൊ ഈ 7 കൂട്ടം കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എല്ലാം ഒത്തിരി വിശദീകരിച്ച് പോകാതെ ഞാൻ ഓരോന്ന് പെട്ടെന്ന് മാത്രം ഓരോന്നായിട്ട് പറഞ്ഞു പോകാം. തലയും തലമുടിയും ഹിമത്തോളം വെള്ള എന്ന് പറഞ്ഞാൽ കർത്താവ് വയസ്സായെന്നുള്ള അതിന്റെ അർത്ഥമല്ല. ഹിമത്തോളം വെള്ള ആണ് തലയും തലമുടി എന്ന് പറയുമ്പോഴത്തേക്ക് ഇനി പ്രായം കൊണ്ട് എണ്ണിച്ചിരിക്കാൻ വയ്യാത്ത ഒരാളായിട്ടൊന്നും ഇങ്ങനെ കരുതരുത്. അങ്ങനെയല്ല. ഹിമത്തോളം വെള്ള എന്ന് പറയുന്നത് അവന്റെ പുരാതനത്വത്തെയാണ് കാണിക്കുന്നത്. പുരാതനനായ ദൈവത്തിന്റെ സങ്കേതം, കീഴിലോ ശാശ്വത ഭുജങ്ങളും. പുരാതനനായ ദൈവം. അതുപോലെ നമുക്കറിയാം, നമ്മുടെ ഈ ലോകത്തില് അങ്ങനെയുള്ള ചില പ്രത്യേകത ഉണ്ട്. പ്രത്യേകിച്ച് UK ജഡ്ജിമാര് അവര് ന്യായാസനത്തിൽ ഇരിക്കുമ്പോഴത്തേക്ക് വെള്ള വിഗ് വെക്കാറുണ്ട്. വെള്ള കാരണം അത് അറിവിന്റെയും ജ്ഞാനത്തിന്റെയും പ്രായത്തിന്റെയും ഒക്കെ ഒരു ലക്ഷണത്തിന് വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ ഈ അവന്റെ തലയും തലമുടിയും വെളുത്ത കിരീടം ആണ്, അല്ലെങ്കിൽ വെളുത്ത പഞ്ഞു പോലെ ഹിമത്തോളം വെള്ളയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, കർത്താവ് അനാദിയാണ്, പുരാതനനായ ദൈവമാണ്, അനാദിയാണ്, സർവജ്ഞാനിയാണ്. തലമുടി ധരിച്ചവരെയൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്കറിയാം, ജ്ഞാനികളെയൊക്കെയാണ് നമ്മൾ അങ്ങനെ ശ്രേഷ്ഠന്മാരെന്ന് എണ്ണുന്നത്. ഇപ്പൊ ശാശ്വതനായ സത്യദൈവമായ കർത്താവ്, അത് ശോഭയുള്ളൊരു പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. നരച്ച മുടി, ശോഭയുള്ള കിരീടം എന്ന് നമുക്ക് പഴയ നിയമത്തിൽ കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ രണ്ടാമത്തേത് കർത്താവിന്റെ കണ്ണുകളാണ്. കണ്ണുകൾ എന്താണ്? അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുകൾ. എക്സ്റേ കണ്ണുകളെക്കാൾ ഭയങ്കരമായിട്ട് അത് മനുഷ്യന്റെ രഹസ്യങ്ങളുടെ കലവറകൾക്കുള്ളിലേക്ക് കടന്നു ചെല്ലുന്ന അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുകൾ. ആ കണ്ണുകളുടെ മുമ്പാകെ ഒന്നിനും മറഞ്ഞിരിക്കാനായിട്ട് സാധിക്കയില്ല. ആ കണ്ണുകൾ, ആ കർത്താവിന്റെ കണ്ണുകൾക്ക് ഒത്തിരി പ്രത്യേകതയുണ്ട്. നിങ്ങൾ ഇനി പറയുമ്പോൾ നിങ്ങൾക്കൊരു പ്രസംഗം തയ്യാറാക്കാൻ എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ഈ ദൈവത്തിന്റെ കണ്ണുകളെ കുറിച്ചാണ്. അവന്റെ കണ്ണുകൾ, അവന്റെ ദൃഷ്ടി, തന്റെ ഭക്തന്മാരുടെ മേൽ അവന്റെ ചെവി, അവരുടെ അങ്ങനെ ഒരു 3-4-5-6 കാര്യങ്ങളുണ്ട്. ഇനി കണ്ടുപിടിച്ച ഒരു നല്ല പ്രസംഗമായിട്ട് മാറും. കർത്താവ് തന്റെ ഭക്തന്മാരുടെ മേൽ തന്റെ കണ്ണുകളെ വെച്ചിരിക്കുകയാണ്. അത് സങ്കീർത്തനത്തിൽ നമുക്ക് പലയിടത്ത് കാണുവാനായിട്ട് സാധിക്കും. ഇനിയും നമ്മള് പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ചെങ്കടലിലേക്ക് പാഞ്ഞിറങ്ങി വന്നതായ ഫറവോന്റെ സൈന്യത്തെ നമ്മൾ കാണുന്ന, അവർ മേഘത്തിൽ നിന്നുകൊണ്ട് അവരെ നോക്കിയെന്ന് എഴുതിയിരിക്കുന്നു. പത്രോസിനെ യേശു നോക്കിയെന്ന് എഴുതിയിരിക്കുന്നു. കണ്ണുകൾ നോക്കിയേ, പത്രോസിനെ ഒന്ന് നോക്കിയതേ ഉള്ളൂ, അവനെ പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞെന്നാണ്. അപ്പോൾ കർത്താവിന്റെ കണ്ണുകൾ പല സ്ഥലങ്ങളിലുണ്ട്. അതൊരു നല്ല പ്രസംഗ വിഷയം കൂടാണ്. നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ ഞാനൊരു ക്ലൂ പറഞ്ഞ് മാറിയെന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇനി കർത്താവിന്റെ കാലുകൾ, അത് എന്താണ്? ആ കാലുകൾ എന്താണ്? ചുട്ടുപഴുപ്പിച്ച വെള്ളോടിന് സദൃശം. വെള്ളോടെന്ന് പറയുന്നത്, ബ്രാസ് എന്ന് പറയുന്നത് ന്യായവിധിയാണ് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ ഈ താമ്രം എന്ന് പറയുന്നത്, വെള്ളോട് അല്ലെങ്കിൽ താമ്രം എന്നാണ് അതിന് പറയുന്നത്. താമ്രത്തിന് അത് ന്യായവിധിയാണ് കാണിക്കുന്നത്. കാലിത്തൊഴുത്ത് മുതൽ കാൽവറി വരെ കഷ്ടതയുടെ തീച്ചുവിടൽ കൂടെ കർത്താവ് കടന്നുപോയി. നമുക്കറിയാം, ആ കാലുകൾ ചുട്ടുപഴുത്തതായി. ആ കാലുകൾക്ക് കീഴെ സകലവും ഇനി വന്നു ചേരും. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം വായിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ വിശദീകരിക്കാതെ പോവുകയാണ്. അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുകൾ, കാലുകൾ, ഉലയിൽ ചുട്ടുപഴുപ്പിച്ച
വെള്ളോടിന് സദൃശമാണ്. ആ കണ്ണുകൾ രഹസ്യങ്ങളെ കീറിമുറിക്കുന്ന ഒന്നിനും കർത്താവിന്റെ മുമ്പിൽ മറഞ്ഞിരിക്കാൻ കഴിയാതെ സകലവും നഗ്നവും മലർന്നതുമായി കർത്താവിന്റെ മുമ്പാകെ കിടക്കുന്ന നമുക്ക് കാണാൻ കഴിയും. കർത്താവിന്റെ കാലുകൾ, ആ കാൽക്കൽ എല്ലാം സകലതും ഇനി വന്ന് ചേരാനായിട്ട് പോവുകയാണ്. യേശുവിന്റെ കാൽക്കൽ എല്ലാവരുടെയും മുട്ട് മടങ്ങും. അവന്റെ മുമ്പാകെ എല്ലാവരുടെയും മുട്ട് മടങ്ങും എന്നുള്ളത് കാര്യം കൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ശബ്ദം, അവന്റെ ശബ്ദം വലിയ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദം കേൾക്കുകയാണ്. ആ ശബ്ദം, യേശുവിന്റെ ദൈവത്തിന്റെ ശബ്ദത്തെ കുറിച്ചൊക്കെ പറയാൻ ധാരാളം നമുക്ക് ഉണ്ട്. അത് ജീവൻ നൽകുന്ന ശബ്ദമാണ്. നമുക്കറിയാം, വേദവസം ആരംഭിക്കുന്നത് തന്നെ ദൈവശബ്ദത്തോടാണ് ആരംഭിക്കുന്നത്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സകലത്തെയും ഉണ്ടാക്കിയ ദൈവം. അപ്പൊ അങ്ങനെയെങ്കിൽ അതിനകത്ത് ഒരു ദൂതുണ്ട്. ആ ശബ്ദം ജീവൻ തരുന്ന ശബ്ദമാണെങ്കിൽ, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്തുന്ന ശബ്ദമാണെങ്കിൽ, ആ ശബ്ദം ഇന്ന് രാത്രി നമുക്ക് വേണ്ടി പുറപ്പെടുകയാണെങ്കിൽ അത് ഇല്ലായ്മകളെ ഉണ്ടാക്കി തരുന്ന, എന്തില്ലയോ അത് വിളിച്ചു വരുത്തി തരുന്ന ദൈവശബ്ദം ഇന്ന് രാത്രി നമുക്ക് വേണ്ടി പുറപ്പെടുന്നു എന്ന് ഓർക്കുന്നവർക്കൊരു സ്തോത്രം പറയാം. പ്രൈസ് ദി ലോർഡ്. ആ ശബ്ദം വളരെ ശക്തിയേറിയ ശബ്ദമാണ്. അതുപോലെ 7 പൊൻനിലവിളക്കുകൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. 7 പൊൻനിലവിളക്കുകൾ, 7 പൊൻവിളക്കുകൾ, 7 സഭകളാണ്. പിന്നീട് അത് നമ്മള് 2-ാം അധ്യായത്തിലേക്ക് കയറുമ്പോഴത്തേക്ക് നമുക്ക് അത് ഞാൻ പറയാം. 7 നക്ഷത്രം കർത്താവിന്റെ കരങ്ങളിൽ, കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാണ്, അല്ലെങ്കിൽ ദൈവദാസന്മാരാണ്. അപ്പൊ നമ്മൾ കർത്താവിന്റെ കരങ്ങളിൽ ഇരിക്കുകയാണെന്നുള്ളത് ഓർത്തുകൊള്ളണം. അത് പറയുമ്പോൾ ഒരു വാക്യം കൂടെ വായിക്കാതെ പോകാനായിട്ട് ഒക്കത്തില്ല. ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തില് നമുക്ക് വളരെ മനോഹരമായ ഒരു വാക്യം അവിടെ കാണാനായിട്ട് കഴിയും. ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, അതേ 33-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, 33-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഇതാണ്: അതേ അവൻ ജനത്തെ സ്നേഹിക്കുന്നു. ഇനി സകല വിശുദ്ധന്മാരും തൃക്കൈയിൽ ഇരിക്കുന്നു. അവിടെ രാമൻ പറയേണ്ടത് സകല വിശുദ്ധന്മാരും തൃക്കൈയിൽ ഇരിക്കുന്നു. ആ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ, ആ കയ്യിൽ നിന്ന് മാറ്റിക്കളയാൻ ഈ ഭൂമിയിൽ, ലോകത്തിൽ, ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്ക് കഴിയത്തില്ല. അങ്ങനെയെങ്കിലും ഒരു ആമേൻ പറയണം. എന്നെ കേൾക്കുന്ന എല്ലാവരും, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും എവിടെ ഇരിക്കുന്നത്? കർത്താവിന്റെ കയ്യിലായിരിക്കും. ഇനി അതിനെക്കാട്ടി വേറൊരു വാക്യമുണ്ട്, നമുക്ക് അറിയാവുന്ന വാക്യം. അവൻ എന്നെ തന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നത്, കയ്യിലിരിക്കുന്നത് തട്ടിയാലും വരച്ചിരിക്കുന്നതിന് ഒട്ടും മാറ്റാൻ പറ്റില്ല. അപ്പോൾ ശക്തിയേറിയ ആ കരത്തിൽ കർത്താവ് നമ്മളെ വഹിച്ചിരിക്കുകയാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അപ്പൊ കർത്താവിന്റെ കരത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് നമുക്ക് ലഭിക്കുന്നത്. 3 കാര്യം പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകും. 1, it denotes possession. 2, protection. 3-ാമത്തേത് sovereign control. പൊസഷൻ, പ്രൊട്ടക്ഷൻ. പൊസഷൻ എന്ന് പറഞ്ഞാൽ കയ്യിലിരിക്കുന്നെന്ന് പറഞ്ഞാൽ കയ്യിലിരിക്കുന്ന ആളിന്റെ സ്വന്തമാണ്. നമ്മൾ ആരാണ്? കർത്താവിന്റെ കയ്യിലിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ കർത്താവിന്റെ സ്വന്തമാണ്. നമ്മൾ അതിന് പൊസഷനാണ്. കർത്താവ് ദൈവത്തിന്റെ സമ്പാദ്യമാണ്, ദൈവത്തിന്റെ സ്വന്തമാണ് നമ്മൾ കയ്യിലിരിക്കുന്നത്. അതുപോലെ ആ കയ്യിലിരിക്കുന്ന കാര്യമായതുകൊണ്ട് പ്രൊട്ടക്ഷനുണ്ട്. 3-ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലിരിക്കുന്ന കാര്യമുണ്ട് ആയതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ കൺട്രോളും കർത്താവിന്റെ കയ്യിലുണ്ട്. മുഴുവൻ കൺട്രോളും കർത്താവിന്റെ കയ്യിൽ കൊടുത്തവർക്കായി ഒരു സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവന്റെ മുഖം, ആ മുഖം എങ്ങനെയുള്ള മുഖമാണ്? സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ, സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ, സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ അവന്റെ മുഖം. ഇത് നമുക്ക് പുതിയ നിയമത്തില് നമുക്ക് സുവിശേഷങ്ങളിൽ ഇത് കാണാൻ കഴിയും. കർത്താവ് താൻ ഏറ്റവും സ്നേഹിച്ച, ഏറ്റവും അടുത്ത 3 ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് നമ്മുടെ ഭാഷ പറഞ്ഞ മറുരൂപമലയിലോട്ട് പോകും. അവിടെ എന്താണ് സംഭവിച്ചെന്നുള്ളത് നമുക്കറിയാം. താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ അങ്ങനെ ഒരു ട്രാൻസ്ഫർമേഷൻ ലഭിച്ചെങ്കിൽ ഇനി
കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് പുനരുത്ഥാന ശരീരത്തിലായിരിക്കുന്ന ആ ശരീരത്തിൽ ഈ കർത്താവിന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയാണ്. അത് ദൈവത്തിന്റെ തേജസ്സാണ്, കർത്താവിന്റെ തേജസ്സാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ ഇത് കർത്താവിന്റെ തേജസ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാളിന്റെ പ്രതികരണം എന്താ? പ്രതികരണം എന്താണ്? അവനെ കണ്ടിട്ട് ഈ 7 കൂട്ടം കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. ഒരു കാര്യം അതിനകത്ത് പറയാൻ എനിക്കുള്ള ഒരു ഒറ്റ കാര്യം പറഞ്ഞാൽ ആ ഭാഗം മാറും. കർത്താവിനെ കണ്ടവരാരും അവന്റെ കാൽക്കൽ വീണാതിരുന്നിട്ടില്ല. നമ്മളെല്ലാം ഒരിക്കൽ കർത്താവിനെ കണ്ടതുകൊണ്ടാണ് അവന്റെ കാൽക്കൽ വീണത്. പ്രൈസ് ദി ലോർഡ്. കാൽക്കൽ വീണ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവന്റെ വലങ്കൈ വെച്ചിട്ട് പറയും, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഞാൻ ഒരു 3-4 താക്കോലും കൂടെ വേദവസത്തിൽ 2-3 താക്കോലും കൂടെ പറഞ്ഞേച്ച് ബാക്കി അവസാനമായിട്ട് അത് പറയാം. ബാക്കി ഈ 1-ാം അധ്യായം വായിച്ച് അവസാനിപ്പിക്കുന്നു. നീ കണ്ടതും, ഇത് നമ്മൾ ആദ്യം പറഞ്ഞതാണ്, നീ കണ്ടതും ഇപ്പോഴുള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും. ഈ വെളിപ്പാട് പുസ്തകത്തെ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ 3ആയിട്ടാണ് തിരിക്കുന്നത്. അതിന്റെ അടുത്ത വാക്യതാണ്, എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കുകളുടെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകൾ ആകുന്നു എന്ന് കൽപ്പിച്ചു. നമ്മൾ 2-ാമത്തെ അധ്യായത്തിലേക്കാണ് അടുത്ത ആഴ്ച കയറുന്നത്. എന്നാൽ വേദപുസ്തകത്തിലെ ചില താക്കോലിനെ കുറിച്ച് ഞാൻ പറയാം. താക്കോൽ കാണിക്കുന്നത് എന്തിനെയാണ്? താക്കോൽ കാണിക്കുന്നത് പവർ അല്ലെങ്കിൽ അതോറിറ്റിയാണ് താക്കോൽ കാണിക്കുന്നത്. പൂർവ്വകാലത്ത് താക്കോല് ആധിപത്യം അവന്റെ തോളയിൽ ഇരിക്കുന്നൊക്കെ നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. ആധിപത്യം അവന്റെ തോളയിൽ എന്ന് പറഞ്ഞാൽ അത് അധികാരത്തെയാണ് കാണിക്കുന്നത്. 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, 20-ാമത്തെ വാക്യം ഒക്കെ ഒന്ന് എഴുതി വെച്ചാൽ മതി. ഞാൻ ഇത് ഓരോന്നിട്ട് പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കും. 1 യെശയ്യാ പ്രവചനം 22-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. അത് തന്നെയാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലും കാണുന്നു. ദാവീദിന്റെ താക്കോൽ, ദാവീദ് ഗ്രഹത്തിന്റെ താക്കോല് നമ്മൾ കാണുന്നു. അപ്പൊ ദാവീദിന്റെ താക്കോൽ എന്താണ്? ദാവീദിന്റെ താക്കോൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ദാവീദിന്റെ സിംഹാസനം കർത്താവിന് കൊടുക്കുക. അപ്പൊ ആ അതോറിറ്റി കർത്താവിനുണ്ട്. യെശയ്യാവിന്റെ 22-ന്റെ 22-ാമത്തെ വാക്യം വായിക്കുമ്പോഴുണ്ട്. ഞാൻ വാക്യങ്ങൾ വായിക്കുന്നില്ല, പറഞ്ഞു പോകും. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ, മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. അപ്പൊ അന്നേരം ഇത് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിൽ വരുന്ന 2 വാക്കുകൾ, പ്രത്യേകിച്ച് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ സ്വർഗരാജ്യം, ദൈവരാജ്യം. ഇത് പിന്നീട് അതിന്റെ വ്യത്യാസം ഞാൻ പറയാം. എന്താണ് സ്വർഗരാജ്യം, എന്താണ് ദൈവരാജ്യം? ഇത് തമ്മിൽ ഒന്നാണ് നമുക്ക് തോന്നിയാലും ഒരല്പം വളരെ നമ്മൾ അനലൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് തമ്മിൽ ഇച്ചിരി വ്യത്യാസമുണ്ട്. ഇപ്പൊ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിനക്ക് തരുന്നു എന്നാണ് പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. അത് ചിന്തിക്കുമ്പോഴത്തേക്ക് അത് പറയാൻ ഇതിന്റെ അർത്ഥമൊക്കെ ഇനി പെട്ടെന്ന് പറഞ്ഞ് പോകുന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പരിജ്ഞാനത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത്. പരിജ്ഞാനത്തിന്റെ അത് പറഞ്ഞ സന്ദർഭം നമ്മൾ അത് വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും. പരിജ്ഞാനത്തിന്റെ താക്കോൽ. 9-ാം അധ്യായം വെളിപ്പാട് 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അഗാധ കൂപത്തിന്റെ താക്കോൽ എന്ന് കാണുന്നത്. ഇതെല്ലാം വ്യത്യസ്തമാണ്. ഈ താക്കോലെല്ലാം വ്യത്യാസം. അഗാധ കൂപത്തിന്റെ താക്കോൽ. ഇനി നമ്മള് കർത്താവ് ഇപ്പൊ പറഞ്ഞ നമ്മൾ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശം. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശം. ഇത് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ സംശയം തീർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നരകത്തിന് 5 ഭാഗങ്ങളുണ്ട്. അതില് യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് വരെയും
വിശുദ്ധന്മാരുടെ ദൂതന്മാര്, വിശുദ്ധന്മാരുടെ ആത്മാക്കൾ പോയിക്കൊണ്ടിരുന്നത് പാതാള പരദീസയിലേക്ക്. അപ്പൊ കർത്താവ് ആ സ്ഥലത്തേക്ക് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന വിശുദ്ധന്മാരുടെ ആത്മാക്കളെ തടവിൽ നിന്ന് വിടുവിച്ച് സ്വർഗത്തേക്ക് കൊണ്ടുപോയി. അത് പൂട്ടി താക്കോൽ കർത്താവിന്റെ കയ്യിലാണല്ലോ. അത് തുറന്ന് അത് അവിടെ ഉണ്ടായിരുന്ന വിശുദ്ധന്മാരുടെ ആത്മാക്കളെ കൊണ്ട് ഉയരത്തിലേക്ക്, ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിലേക്ക് പോയി എന്നുള്ള ആ വാക്യം കഴിഞ്ഞ ദിവസം പറഞ്ഞു, വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പോൾ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ടെന്ന്. മരണത്തിന്റെ മേൽ അതിന് അധികാരമുള്ളത് കർത്താവിനാണ്, പാതാളത്തിന്റെ മേൽ അധികാരമുള്ളത് കർത്താവാണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇന്നത്തെ ചിന്ത അവസാനിക്കും. ഈ പൂട്ട് കണ്ടിട്ടുള്ള ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഒരു കമ്പനി ഉണ്ടാക്കുന്ന പൂട്ടുകൾ പലതരത്തിൽ ഓരോന്ന് വ്യത്യസ്തമാണ്. വളരെ മൈന്യൂട്ടായുള്ള വ്യത്യാസമേ കാണത്തുള്ളൂ. ഒരു ചെറിയൊരു വെട്ട്, അതിന്റെ വ്യത്യാസം, ഒരു അല്പം ഒരു വ്യത്യാസം. ഒരേ രീതിക്ക് ഉണ്ടാക്കി വരുന്നതെങ്കിൽ ഒരു ചെറിയ വ്യത്യാസം. പക്ഷേ എത്രായിരം പൂട്ടുണ്ടാക്കിയാലും ഈ കമ്പനിക്ക് ഒരു മാസ്റ്റർ കീ ഉണ്ട്. ആ മാസ്റ്റർ കീ ഇട്ട് കഴിഞ്ഞാൽ ഏത് പൂട്ട് അവർക്ക് തുറക്കാൻ പറ്റും. പ്രൈസല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ ആ ഭാഗം വിടട്ടെ. മാസ്റ്റർ കീ ഇരിക്കുന്നത് യേശുവിന്റെ കയ്യിൽ. ആരൊക്കെ പൂട്ടിയാലും, ജോലി പൂട്ടിയാലും, ആരോഗ്യം പൂട്ടിയാലും, നന്മ പൂട്ടിയാലും, മാസ്റ്റർ കീ ഇരിക്കുന്നത് കർത്താവിന്റെ കയ്യിൽ. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ പൈതല്, സാത്താന്യ ശക്തികൾ എത്രയൊക്കെ നിന്റെ നേരെ പോരാടി വന്നാലും ഹല്ലേലൂയ, യേശുവിന്റെ കയ്യിലാണ് മാസ്റ്റർ കീ ഉള്ളത്. നമുക്കറിയാം, പൗലോസിനെയും ശീലാസിനെയും അകത്ത് കാരാഗ്രഹത്തിലാക്കി അവരെ അടിച്ച് വേദനിച്ച് അവർ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ആ ജയിലിന്റെ താക്കോല് ജയിലറിന്റെ കയ്യിലായിരിക്കുന്നത്. പക്ഷേ യേശുവിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങിയെന്ന് നമ്മൾ വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറയാൻ എനിക്കൊരു ദൂതുണ്ട്. പ്രൈസ് ദി ലോർഡ്. എത്രയൊക്കെ ആഭിചാര ശക്തി കൊണ്ട് പൂട്ടിയാലും, എത്രയൊക്കെ മന്ത്രവാദം കൊണ്ട് പൂട്ടിയാലും, ഏതൊക്കെ ആളുകൾ നിനക്കെതിരെ നന്മ പൂട്ടി വെച്ചാലും, ഏതൊക്കെ വ്യക്തികൾ നിനക്കെതിരായിട്ട് പണിതാലും, ഇന്ന് രാത്രി എനിക്ക് പറയാൻ ഒരു ദൂതുണ്ട്. മാസ്റ്റർ കീ ഇരിക്കുന്നത് യേശുവിന്റെ കയ്യിലാണ്. ഹല്ലേലൂയ. അവന് തുറക്കാൻ കഴിയാത്ത ഒരു പൂട്ടുമില്ല. ആരൊക്കെ എന്തൊക്കെ എതിരായിട്ട് നിന്നിട്ടുണ്ടെങ്കിലും, ദൈവവേലക്കെതിരായി നിൽക്കുന്നുണ്ടെങ്കിൽ, കുടുംബത്തിനെതിരായി നിൽക്കുന്നുണ്ടെങ്കിൽ, ആരോഗ്യത്തിനെതിരായി നിൽക്കുന്നുണ്ടെങ്കിൽ, ശക്തിക്കും ശുശ്രൂഷയ്ക്കും എതിരായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, തലമുറയ്ക്കെതിരായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുള്ളവന്റെ കരങ്ങളിൽ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിന്റെ ഭദ്രതയുണ്ട്. ഒരു ശക്തിക്ക് നിന്നെ തൊടാൻ കഴിയാതെ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം നീട്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് എന്റെ ചിന്തയ്ക്ക് ഞാൻ ഇവിടെ വിരാമം കുറിക്കുകയാണ്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം നമ്മളൊരു ഓട്ടപ്രദക്ഷിണം പോലെ ഓടി ഒന്ന് കവർ ചെയ്തു. കർത്താവ് ചോദിച്ചാൽ ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് 2-3 അധ്യായങ്ങളിലേക്ക് 7 സഭകൾക്കുള്ള ദൂതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഞാൻ മൈക്ക് ഭാഷയുടെ കയ്യിലേക്ക് കൈമാറും. ഒരു ചോദ്യം ഒന്ന് ചോദിച്ചിട്ട് പ്രാർത്ഥിക്കാം. അതിനകത്ത് പറഞ്ഞായിരുന്നല്ലോ, ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന ദൈവദാസന്മാരെ പൊസിഷൻ, പ്രൊട്ടക്ഷൻ, 3-മതൊരു പദം പറഞ്ഞായിരുന്നല്ലോ ബാസ്. കൺട്രോൾ, സോവറിൻ കൺട്രോൾ. ഓക്കെ. താങ്ക് യു ബാസ്. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകൾ ദൈവത്തിൽ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം.